സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഫിലിപ്പിയർ ലേഖനം 1-ാം അധ്യായത്തിലാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങളായിരുന്നു നാം പഠിച്ചത്. അവിടെ നമ്മൾ കണ്ടത് പോൾ പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭമാണെന്ന് പറഞ്ഞു. മരിച്ചാലും ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം, അതുപോലെ തന്നെ ജീവിച്ചിരുന്നാലും ക്രിസ്തുവിന്റെ നാമം മഹിമപ്പെടണം. ക്രിസ്തുവിനോട് എന്നിട്ട് പൗലോസ് പറയുന്നുണ്ട്, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നതാണ് അത്യുത്തമം, എങ്കിലും ഞാൻ എൻ്റെ വേല നിമിത്തം അത് നിങ്ങൾക്ക് പ്രയോജനകരമായി തീരും. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ ഫിലിപ്പിയർക്കോ മറ്റുള്ളവർക്കോ പ്രയോജനകരമായി തീരുമെന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ജഡത്തിൽ ജീവിക്കുന്നത് ഇപ്പോൾ എനിക്ക് വളരെ ആവശ്യമെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുന്നത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷമായി തീരും എന്ന് ഞാൻ അറിയുന്നു. അതുകൊണ്ട് ഞാൻ ഇവനോട് ഇരിക്കുമെന്നും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുമെന്നും ഞാൻ അറിയുന്നു. പൗലോസ് പറയാം, ഞാൻ ഉറപ്പായി വിശ്വസിച്ചിരിക്കുന്നു. പൗലോസിന് ഭയങ്കര വിശ്വാസമുണ്ട്, ദൈവത്തിൽ വിശ്വാസമുണ്ട്. താൻ ഇപ്പോൾ ആയിരിക്കുന്ന തടവറയിൽ നിന്ന് തിരിച്ച് വരും എന്ന് പൗലോസ് അറിയുന്നു, അല്ലെങ്കിൽ കർത്താവിൽ ആശ്രയിക്കുന്നു. അത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് 27-ാമത്തെ വാക്യം നോക്കാം. ഇന്ന് 27 മുതൽ അവസാനം വരെ 30 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി സ്പീഡിൽ പോവുമായിരിക്കും, നിങ്ങൾ എൻ്റെ കൂടെ വരണം. ഓക്കെ, 27-ാമത്തെ വാക്യം, 1-27. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടപ്പിൻ. പൗലോസ് അപ്പോസ്തലന്റെ വാക്യങ്ങള്, ഈ എഴുത്തുകളിലെ ചില വാക്യങ്ങളൊക്കെ ഇങ്ങനെ വലിയ ഫുൾ സ്റ്റോപ്പ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ് അല്ലേ. അത് ഇച്ചിരി നമുക്ക് അങ്ങനെ മുഴുവനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്കതുകൊണ്ട് പിരിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുന്നതിനെ കുറിച്ചുള്ള ആഹ്വാനമാണ്. അപ്പം ക്രിസ്തു വിശ്വാസികൾ ആരെ പോലെയാകണം? ക്രിസ്തുവിനെ പോലെയാകണം. നമ്മളെല്ലാവരും സ്വർഗീയ പൗരന്മാരാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ലോകത്തിലെ പൗരത്വമുണ്ട്. നാം ഏത് രാജ്യത്തായിരിക്കുന്നു ആ രാജ്യത്തിലെ പൗരത്വമുണ്ട്, അതുപോലെ സ്വർഗീയ പൗരത്വവുമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മൾ സ്വർഗീയ പൗരന്മാരാണ്. നാം ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്. നാം അതുപോലെ നടക്കണം. നമ്മുടെ നടപ്പ് നേരെ ആയിരിക്കണം. നാം ക്രിസ്തുവിന് യോഗ്യമാവണ്ണം, അല്ലെങ്കിൽ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം അല്ലെ. പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തിൽ നിന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടോ. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരുന്ന അവസരത്തിൽ എങ്ങനെ നിങ്ങൾ നടന്നുവോ അതേപോലെ നിങ്ങൾ ഇപ്പോഴും നടക്കണം. ഞാൻ എൻ്റെ സാന്നിധ്യത്തിലാണേലും എൻ്റെ അസാന്നിധ്യത്തിലാണേലും നിങ്ങൾ എന്തോ ചെയ്യണം? ഏകാത്മാവിനാൽ നിലനിന്ന് ആ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. 2:22 2-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലും പറയുമ്പോൾ, ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പ്രാപിച്ച രക്ഷ നിങ്ങളുടെ പ്രവൃത്തി ബോധത്തിൽ കൊണ്ടുവരുന്നതിന് നിങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്. അങ്ങനെ പൗരന്മാർ അവരുടെ അവസ്ഥയിലല്ല, നാം സ്വർഗീയ പൗരന്മാരാണെങ്കിൽ ആ സ്വർഗീയ പൗരത്വത്തിന് ചേരുന്ന രീതിയിൽ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കും. അപ്പൊ ഞാൻ അഴുക്കത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഞാൻ ദൂരത്തിരിക്കുമ്പോൾ എപ്പോഴും ആ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം മാത്രം നടപ്പിൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 4 കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ വലിയൊരു വാക്യമാണ്. അത് നമുക്കൊന്ന് പിരിച്ച് ഒന്ന് പഠിക്കാം. 1, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. 2, നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിൽക്കണം. 3, എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകരുത്. 4, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. ഒന്നുകൂടെ പറയാം, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം, ഏകാത്മാവിനാൽ നിലനിൽക്കണം,
എതിരാളികളെ ഒന്നിലും കുലുങ്ങിപ്പോകരുത്. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കണം. ഒന്നാമത്തെ നമുക്ക് പഠിക്കാം. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഇംഗ്ലീഷ് പറയുന്ന വർത്തി ഓഫ് ദ ഗോസ്പൽ ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. നമ്മെ സുവിശേഷത്താലാണ് ദൈവം വിളിച്ചത്. ആ സുവിശേഷത്താലാണ് നാം രക്ഷ പ്രാപിച്ചത്. ആ സുവിശേഷത്താലാണ് നാം സ്വർഗീയ പൗരന്മാരായി തീരണം. അപ്പൊ നാം ഓരോരുത്തരും ദൈവ മക്കളാണ്. അപ്പോൾ ആ ക്രിസ്തുവിന് അനുരൂപമായിരിക്കേണ്ടവരാണ്. അപ്പൊ നമുക്ക് വിശ്വാസികൾക്ക് ഒരു ഇന്റഗ്രിറ്റി ഉണ്ടായിരിക്കണം. നാം സത്യസന്ധരായിരിക്കണം. നാം വിശ്വസ്തരായിരിക്കണം. നമ്മൾ ദൈവവചന സത്യങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചായിരിക്കണം നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എഫേസ്യ ലേഖനത്തിൽ 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് 4, 5, 6 അധ്യായങ്ങൾ എങ്ങനെ നടക്കണമെന്നാ പറയുന്നത് അല്ലെ. അവിടെ എന്തുവാ പറയുന്നത്? നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം. അപ്പം പൂർണ്ണ വിനയ നമ്മുടെ നടപ്പ് എങ്ങനെ ആയിരിക്കണം? പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും പിന്നെ ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാനും ശ്രമിക്കുക. അപ്പൊ നമ്മളെ ഓരോരുത്തരെയും വിളിച്ചപ്പോൾ ദൈവം വെറുതെ വിളിച്ചതല്ല, ക്രിസ്തുവിന് അനുരൂപമായി നടക്കുവാനാണ് നാം വിളിച്ചിരിക്കുന്നത്. നാം സ്വർഗീയ പൗരന്മാരാകുമ്പോൾ നാം സ്വർഗത്തിനു വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്. നമ്മളെ ചന്ദ്രനിലൊക്കെ പോകുന്നവർ ചന്ദ്രനിൽ പോകുന്നതിന് മുമ്പ് ഒരു ട്രെയിനിങ് പീരീഡ് ഉണ്ട് അവർക്കല്ലേ. അല്ലെന്നുണ്ടെങ്കിൽ ചന്ദ്രനിൽ പോയി എങ്ങനെ ജീവിക്കണമെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ട് നാമും സ്വർഗത്തിൽ പോകുന്നവരാണ്. അപ്പൊ ആ സ്വർഗത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ ഭൂമിയിൽ വെച്ച് ദൈവം നമ്മെ വചനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ നാം അതിനനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിന് അനുരൂപമായി നടക്കുവാനായിട്ട് നമ്മൾക്ക് കഴിയും. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കി. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നത് നിങ്ങളെ വിളിച്ച നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. റോമാലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞ ഈ ലോകത്തിന് അനുരൂപമാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിഞ്ഞതിന് മനസ്സ് പുതുക്കി, ശരീരവും മനസ്സും ഒരുപോലെ പുതുക്കി രൂപാന്തരപ്പെട്ടുള്ളൊരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ക്രിസ്തീയ ജീവിതം സുവിശേഷത്തിനനുസൃതമായിരിക്കണം. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം സുവിശേഷമായിരിക്കണം. ദൈവവചനം അനുസരിച്ച് നടക്കുക. നമ്മൾ കൊലോസ്യ ലേഖനം 1:10 ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടക്കണം. ആ യോഗ്യമാവണ്ണം എങ്ങനെ നടക്കേണ്ടതെന്ന് അവിടെ വിശദമായിട്ട് അപ്പോസ്തലൻ എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെയാ നടക്കേണ്ടത്? ആത്മീകമായ കൊലോസ്യർ 1:10-11 വാക്യങ്ങൾ. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി ദൈവത്തിന് പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്നു കഴിഞ്ഞിട്ട് എന്തോ ചെയ്യുന്നേ? ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും വരണം. അപ്പൊ നാം കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്ന എങ്ങനെയാ? ആത്മീകമായ സകല ജ്ഞാനവും വിവേകവും കൊണ്ട് നാം നിറഞ്ഞു വരയണം. എന്നിട്ട് എന്തു ചെയ്യണേ? അവിടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം കൊണ്ട് നാം നിറഞ്ഞു വരണം എന്ന് വായിക്കാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. കർത്താവിന്റെ ഇഷ്ടം നാം മനസ്സിലാക്കുന്ന ദൈവവചനം കേട്ടും പഠിച്ചുമാണ്. അപ്പൊ ആ ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരയണമെന്ന് സകല സൽപ്രവർത്തികളിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. അത് കഴിഞ്ഞ് പറയുന്നു, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തവണ്ണം പൂർണ്ണ ശക്തിയോട് ബലപ്പെടണം. അപ്പൊ നാം കർത്താവിന് യോഗ്യമാവണ്ണം നടക്കുന്നത് ദൈവവചനം പഠിക്കുമ്പോൾ നാം ജ്ഞാനവും വിവേകവും സമ്പാദിക്കുന്നു. അതുകൊണ്ട് ആ സമ്പാദിച്ച ആ ജ്ഞാനവും വിവേചനവും പഠിച്ചിട്ട് ആ ക്രിസ്തുവിന്റെ പരിജ്ഞാനം പ്രാപിച്ച് അതിൽ നാം നിറഞ്ഞു വരേണം.
അത് കഴിഞ്ഞിട്ട് ആ വചനം പഠിച്ച് പരിജ്ഞാനം പ്രാപിക്കണം. എന്നിട്ട് സൽപ്രവർത്തികൾ ഫലം കായ്ക്കണം. നാം ദൈവത്തിന്റെ കൈപ്പണിയാണ്. സൽപ്രവർത്തികൾക്കായിട്ട് നമ്മെ ക്രിസ്തുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ആ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. പ്രവൃത്തി ചെയ്യുക എന്ന് മാത്രമല്ല, ക്രിസ്തു നമ്മിൽ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണം. ആത്മീകമായ ഫലം, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം മുതലായ ഫലങ്ങൾ നമ്മൾ നിറഞ്ഞു വരണം. എന്നിട്ട് നാം ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഫലങ്ങൾ രൂപപ്പെടുവാനായിട്ട് സാധ്യമാകുന്നത്. ആ നമ്മൾ രൂപപ്പെട്ട ഫലങ്ങൾ നാം മറ്റുള്ളവരിലേക്കും പകരണം. നാം സ്നേഹിക്കുന്ന നമ്മെ തന്നെ സ്നേഹിക്കുകയാണോ? മറ്റുള്ളവരെയും കൂടെ സ്നേഹിക്കുക. നമ്മൾ വന്ന സ്നേഹത്തിന്റെ ഫലം അനുഭവിക്കുന്ന മറ്റുള്ളവരാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളിലും നമ്മിൽ രൂപപ്പെട്ട ഫലം നാം പ്രവൃത്തിപഥത്തിൽ നാം കൊണ്ടുവരിക. എന്നിട്ട് നമ്മുടെ ആ ദൈവിക സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടണം. അത് ലഭിക്കുന്നത് ദൈവവചനത്താലും ആത്മാവിനാലുമാണ്. അപ്പോൾ ദൈവം നമ്മിലും പ്രവർത്തിക്കും, നമ്മിൽ കൂടിയും പ്രവർത്തിക്കും. അപ്പൊ നമ്മൾ ഈ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് വെച്ചാൽ സുവിശേഷത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് സുവിശേഷത്തിന് യോഗ്യമായവരെ പോലെ നാം നടക്കണം. ക്രിസ്തുവിന് അനുരൂപരായവരെ പോലെ നാം നടക്കണം. അപ്പം ദൈവം നമ്മെ സ്വർഗീയ പൗരന്മാരാക്കി ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുന്നല്ലേ? എഫേസ്യ ലേഖനം 2-7 പറയുന്നല്ലേ? നാം ക്രിസ്തുവിൽ നമ്മെ സ്വർഗത്തിലാക്കി വെച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിലെ പൗരൻ ആ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുന്നത് പോലെ സ്വർഗീയ പൗരന്മാരായ നമ്മൾ സ്വർഗീയ രാജ്യത്തിന്റെ നിയമം അനുസരിച്ചായിരിക്കണം ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. കുറച്ചു കാലത്തേക്ക് നമ്മെ ഇവിടെ ജീവിപ്പാൻ ദൈവം അനുവദിച്ചിരിക്കുന്നത് കൊണ്ട്, പക്ഷെ നമുക്ക് ജീവിക്കാൻ വേണ്ടി സ്വർഗീയമായ സകല ചിട്ടകളൊക്കെ നമുക്ക് തന്നിരിക്കുന്ന എവിടെ? ആ നിയമങ്ങളൊക്കെ തന്നിരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ വചനമാണ് നമുക്ക് തന്നിരിക്കുന്നത്. സ്വർഗീയ പൗരന്മാരായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള സ്വർഗത്തിന്റെ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ കയ്യിൽ എഴുതി തന്നിരിക്കണ്ടേ? അപ്പോൾ നാം ഈ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ പൗരന്മാര് നമ്മൾ ഈ രാജ്യത്തിന്റെ പൗരന്മാരാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മൾ ചെയ്യാനൊക്കത്തില്ലല്ലോ. എല്ലാ റൂൾസും, ട്രാഫിക് റൂൾസ്, എല്ലാ റൂൾസും നമ്മൾ അനുസരിച്ച് ജീവിക്കുക. അല്ലെങ്കിൽ നമ്മൾ എവിടെ പോകും? നമ്മൾ തടവറയിൽ പോകേണ്ട വരും, അല്ലെ? ജയിലിൽ പോകേണ്ട വരും. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഇപ്പൊ ജയിലിലാക്കുന്നില്ലെന്നേ ഉള്ളൂ. നമ്മളതനുസരിച്ച് ജീവിക്കുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരെയും ശോധന ചെയ്യുക, ഓരോരുത്തരും നമ്മെ തന്നെ ശോധന ചെയ്യുക. അപ്പൊ നാം ആയിരിക്കുന്ന രാജ്യത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പോലെ നാം സ്വർഗീയ പൗരന്മാരായിരിക്കുന്ന രാജ്യത്തിന്റെ റൂൾസ് അനുസരിച്ചായിരിക്കണം ഈ ലോകത്തിൽ നാം ജീവിക്കേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കൻ. അപ്പം നമ്മൾ വിചാരിക്കും, ആരും കാണുന്നില്ല, അല്ലേ? പക്ഷേ ഈ ലോകത്തിന്റെ റൂൾസ് ഒക്കെ അനുസരിച്ചുള്ള ആരെങ്കിലും കാണും, പണിഷ്മെന്റ് കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ എപ്പോഴും നമുക്ക് പെട്ടെന്ന് പണിഷ്മെന്റ് ഒന്നും കിട്ടാറില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ആരും കാണുന്നില്ലെന്ന്. പക്ഷെ നമ്മെ അറിയുന്നത് ദൈവം, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്ന ദൈവം, അല്ലേ? ആ ദൈവത്തിന്റെ മുമ്പിലാണ് നാം കണക്ക് ബോധിപ്പിക്കേണ്ടത്. അവനവന് ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്ന നല്ലതാകലും തീയതാകലും തക്കതെണ്ണം പ്രാപിക്കാൻ നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടവരാണ്. അതുകൊണ്ട് നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സ്വർഗീയ പൗരന്മാരായിരിക്കും. നാം സ്വർഗത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ച് നടക്കണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന, നമ്മെ വിളിച്ച സുവിശേഷം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നു. ആ സുവിശേഷം അനുസരിച്ച് നാം നടക്കണം. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ, നമുക്ക് 2 കൊരിന്ത്യർ 5:10 എല്ലാവർക്കും അറിയാം. അവനവൻ ചെയ്യും, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നല്ലേ. പക്ഷെ 11-ാമത്തെ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒന്ന് വായിക്കാമേ. 5:11. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് വെച്ച്, കാരണം ഞാൻ ദൈവത്തിന്റെ മുമ്പിൽ അക്കൗണ്ടബിൾ ആണ്. ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നു, എന്നാൽ ദൈവത്തിന് ഞങ്ങൾ വെളിപ്പെട്ടിരിക്കുന്നു, നിങ്ങളുടെ മനസാക്ഷികളിലും വെളിപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. എന്ന് വെച്ചാല് ഞാൻ
ആ ദൈവത്തിന്റെ മുമ്പിലാണ് നിൽക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ ദൈവം ഇപ്പം കാണുന്നില്ലെന്നല്ല, ദൈവം എന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് നടക്കണം. അതുകൊണ്ട് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ, അല്ലേ, ആ ഒരുപോലെ ഇന്റഗ്രിറ്റി സൂക്ഷിക്കുന്നവരായിരുന്നു. ചിലരെ മനുഷ്യരെ നോക്കേണ്ട കാര്യമൊന്നുമില്ല, മനുഷ്യരെയും നോക്കണം. അതുകൊണ്ട് റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായിരിക്കണം. തിരിച്ചാകരുത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരും ദൈവത്തിന് കൊള്ളാവുന്നവരുമായിരിക്കാൻ നമുക്ക് ഒരിക്കലും കഴിയുകയില്ല. തിരിച്ചായിരിക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും ദൈവത്തെ പ്രസാദിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവർ. 100% ഷുവർ തന്നെയാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായി ജീവിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ഏതു മേഖലയിലാണേലും, ചിലർ പ്രാർത്ഥിക്കുമ്പോൾ പറയും കൊടുക്ക വാങ്ങലാണേലും, അതെ, കൊടുക്ക വാങ്ങലാണേലും നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിലകളിലാണേലും നാം ഇന്റഗ്രിറ്റി കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം. 2 കൊരിന്ത്യർ 8 അധ്യായം 20-21 വാക്യങ്ങളിൽ പൗലോസ് ഒരു ധർമ്മശേഖരം നടത്തുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലേ. യഹൂദന്മാർക്ക് വേണ്ടി, യെരൂശലേമിലെ വിശുദ്ധന്മാർക്ക് വേണ്ടി, യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനികളായവർക്ക് വേണ്ടി, വിശുദ്ധന്മാർക്ക് വേണ്ടി നടന്ന ധർമ്മശേഖരത്തിൽ പൗലോസ് പറയുന്നുണ്ട്, 2 കൊരിന്ത്യർ 8:20-21, ഞങ്ങൾ നടത്തി വരുന്ന ഈ ധർമ്മശേഖരത്തിൽ ആരും ഞങ്ങളെ അപവാദം പറയാതിരിപ്പാൻ സൂക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ കർത്താവിന്റെ മുമ്പാകെ മാത്രമല്ല മനുഷ്യരുടെ മുമ്പാകെയും നല്ലതൊന്ന് മുൻകരുതുന്നു. അപ്പം ദൈവത്തെ പ്രസാദിപ്പിച്ച് മനുഷ്യരെ നോക്കാതെ ജീവിക്കണം എന്നല്ല പറയുന്നത്. ദൈവത്തിന് പ്രസാദവും മനുഷ്യർക്ക് കൊള്ളാവുന്നവരുമായി ഇരിക്കുക. സകലരും, നമ്മളെ റോമാലേഖനം 12 അധ്യായം, സകല മനുഷ്യരുടെ മുമ്പാകെ നല്ലതൊന്നും മുൻകരുതി എന്ന് പറയുന്നുണ്ട്. സകല മനുഷ്യരുടെയും മുമ്പാകെ നല്ലതൊന്നും മുൻകരുതി ഞങ്ങൾ ഏറ്റവും സമാധാനത്തോടെ ജീവിക്കണം. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം നാം ഈ ലോകത്ത് ജീവിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഏത് കാര്യത്തിലായാലും കർത്താവിന്റെ മുമ്പിലും മനുഷ്യരുടെ മുമ്പിലും ഇന്റഗ്രിറ്റി സൂക്ഷിക്കുന്നവരാക്കി. നമ്മളെ വിളിച്ച ദൈവം, നാം സുവിശേഷം എന്ന് പറയുന്നത് സത്യമായല്ലേ. ക്രിസ്തു എന്ന സുവിശേഷം സത്യത്തിൽ നടക്കാനുള്ള നാം സത്യത്തോടെ, ആ സത്യത്തിൽ നടക്കണം. വിശ്വസ്തയോടെ, ഇന്റഗ്രിറ്റിയിൽ നാം നടക്കണമെന്ന്. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ക്രിസ്തുവിന്റെ നമ്മൾ കൊലോസ്യലേഖനം 1:10 നമ്മൾ വായിച്ചായിരുന്നല്ലോ. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്തിനൊത്തോണം. നമ്മുടെ മഹത്വത്തിനല്ല, ഈ ലോകത്തിന്റെ മഹത്വത്തിനല്ല, നമ്മുടെ സ്റ്റാറ്റസിനനുസരിച്ചല്ല നാം നടക്കേണ്ടത്. ക്രിസ്തുവിന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിനൊത്തവണ്ണം നാം നടക്കണം. സകല ദീർഘക്ഷമയും സഹിഷ്ണുതയോടും കൂടെ നാം നടക്കണം. ആ സുവിശേഷത്തിന് അനുസരണമായ ജീവിതം നാം നയിക്കണം. അതുപോലെ നമ്മുടെ സ്വഭാവം വിശ്വാസത്തിനൊത്തതായിരിക്കണം. നമ്മൾ മുമ്പത്തെ എഫെസ്യർ 4:22-24 വരെ വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നമ്മൾ മുമ്പേ നമ്മുടെ ചതിമോഹങ്ങൾ വഷളായി പോയിരുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി കാക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് എഫെസ്യർ 4:25 മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, ആ ദൈവത്തിലെ സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യന്റെ സ്വഭാവം എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ വായിക്കുന്നില്ല, പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം, അക്കമിട്ടെന്ന് പറഞ്ഞു പോകാം. ഫോഷ്ക് ഉപേക്ഷിക്കണം. ഓരോരുത്തൻ കൂട്ടുകാരനോട് സത്യം സംസാരിക്കണം. കോപിക്കരുത്. സൂര്യൻ അസ്തമിക്കോളം കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് നമ്മുടെ ഉള്ളിൽ ഇടം കൊടുക്കരുത്. കള്ളൻ ഇതുവരെ കട്ടുകൊണ്ടിരുന്ന് ഇനി അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനായിട്ട് അവന്റെ അധ്വാനം ഉപകരിക്കണം. നമ്മളുടെ വാക്കുകൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കുന്നത് ആയിരിക്കണം. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. കയ്പും കോപവും ക്രോധവും കുറ്റാരവും എല്ലാം നമ്മളിൽ നിന്ന് വിട്ടുപോകണം. നമ്മൾ തമ്മിൽ ദയവും മനസ്സിലുമുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പഠിച്ചതുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ല, പെട്ടെന്ന് തീർക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുക. ആ പുതിയ മനുഷ്യന്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ കാണിക്കണം. 1 തെസ്സലോനിക്കർ 4:1 പറയുന്നത്, ദൈവപ്രസാദം ലഭിപ്പാൻ തക്കവണ്ണം നിങ്ങൾ
നടക്കുന്നതുപോലെ, ഞങ്ങൾ നടന്നതുപോലെ നിങ്ങൾ ഇനി അധികം വർദ്ധിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. കാരണം അപ്പോസ്തലന്മാരും ക്രിസ്തുവും അപ്പോസ്തലന്മാരും എല്ലാം കാണിച്ചു തന്ന മാതൃക അതാണ്. സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും ഒക്കെ പറയുന്നത് അതനുസരിച്ച് നാം നടക്കണം. അതനുസരിച്ച് നാം നടക്കണമെങ്കിൽ നാം വചനം പഠിക്കണം, വചനം വായിക്കണം, വചനം മനഃപ്പാഠമാക്കണം. നിങ്ങൾ പറയും എനിക്കിത് മാത്രമേ പറയാനുള്ളൂ. എനിക്ക് അത് മാത്രമേ പറയാറുള്ളൂ. കാരണം വചനം പഠിച്ചാൽ മാത്രമേ വചനം അനുസരിക്കാനായിട്ട് നടക്കത്തുള്ളൂ. അത് നമുക്ക് ഒക്കത്തുള്ളൂ. അതുകൊണ്ട് വചനം അനുസരിക്കണം. അപ്പം നമ്മൾ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുക എന്ന് പറഞ്ഞാൽ നാം വചനത്താൽ വിളിക്കപ്പെട്ടു. വചനത്താൽ ദൈവവചനത്താലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ആ വചനത്താലാണ് നമ്മെ ദൈവം മുമ്പോട്ട് നടത്തുന്നത്. ആ വചനം അനുസരിച്ച് നാം നടക്കണം. സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഇനി രണ്ടാമത്തെ പോയിന്റ് അവിടെ പറയുന്നത് ഏകാത്മാവിനാൽ നിലനിൽക്കണം. ഏകാത്മാവിനാൽ നിലനിൽക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് സ്ഥിരത വേണം. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. അത് നമുക്കറിയാമല്ലോ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നുള്ളൂ. ഒരു വലിയ ബിരുദ പ്രാപിക്കണം. ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ അതിന് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടല്ലേ. ട്രാക്ക് തെറ്റാനായിട്ട് ഒക്കത്തില്ല. നമ്മൾ ഇടയ്ക്ക് ഓട്ടം നിൽക്കാൻ ഒക്കത്തില്ല. പുറകോട്ട് നോക്കാൻ ഒക്കത്തില്ല. മുന്നിൽ നമുക്കൊരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. അതേ നോക്കിയാണ് നാം ഓടേണ്ടത്. സ്ഥിരത തെറ്റിപ്പോയാൽ, ഞാൻ പെട്ടെന്ന് കുറച്ചു നേരം എൻ്റെ ഒരു എന്താ പറയുക നല്ല എനർജി അങ്ങോട്ട് ഉപയോഗിച്ചിട്ട് ഓടിയിട്ട് കുറച്ചു നേരം എനിക്ക് വയ്യ, ഞാൻ പതിയെ നിന്നിട്ട് അവസാനം നല്ല ഓടാമെന്ന് വെച്ചിരുന്നാൽ നടക്കത്തില്ല. ആ സ്ഥിരതയോട് ഓടിയാൽ മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്തുവാനായിട്ട് കഴിയത്തുള്ളൂ. ലക്ഷ്യസ്ഥാനത്ത് എത്തുവാൻ ചിലപ്പം കഴിഞ്ഞെന്നിരിക്കും, പക്ഷേ ആ വച്ച പ്രതിഫലം വാങ്ങിക്കുവാനായിട്ട് നമുക്ക് കഴിയത്തില്ല. വിരുദോടെ ഓടണം, കൺസിസ്റ്റന്റ് ആയിട്ട് സ്ഥിരതയോടെ ഓടണം. അതാണ് പറഞ്ഞത് ഏകാത്മാവിനാ നിലനിൽക്കുന്നു. പൗലോസ് പറഞ്ഞു, ഞാൻ അരികത്തിരുന്നാലും ഞാൻ ദൂരെ ഇരുന്നാലും നിങ്ങൾ ഒരുപോലെ സ്ഥിരതയുള്ളവരായിരിക്കണം. കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. പക്ഷെ ചിലപ്പം പറയും കർത്താവ് കാണുന്നില്ല. കർത്താവ് കണ്ടാലും കർത്താവിന്റെ കണ്ണിൽ നിന്ന് നമുക്ക് മാറുവാനായിട്ട് കഴിയത്തില്ല. മനുഷ്യർ നമ്മെ കണ്ടാലും, കുഞ്ഞുങ്ങളൊക്കെ പേരൻസ് ഇല്ലാത്ത സമയത്ത് തോന്നിവാസമൊക്കെ ചെയ്യത്തില്ലേ, വീട്ടിലിരിക്കുമ്പോൾ കുരുത്തക്കേടൊക്കെ കാണിക്കത്തില്ലേ, ടീച്ചർ ഇല്ലാതിരിക്കുമ്പോൾ സ്കൂളിലെ കുഞ്ഞുങ്ങൾ പിന്നെ അതും ഇതും കാണിക്കുന്നത് പോലെ ആയിരിക്കില്ല. എപ്പോഴും നാം സ്ഥിരതയുള്ളവരായിരിക്കണം, ഒരുപോലെ സ്ഥിരതയുള്ളവരായിരിക്കണം. പറഞ്ഞ ഏകാത്മാവിനാൽ എല്ലാവരും സ്ഥിരത ഉണ്ടായിരിക്കണം. സഭയിലെ യൂണിറ്റിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാവരിലും ഉള്ളത് ഒരേ ആത്മാവാണ്. ആ ആത്മാവിനെ അനുസരിച്ച് ഒരുപോലെ പ്രവർത്തിക്കുക. നമുക്കറിയാം, നമ്മൾ എഫെസ്യ ലേഖനം 6-ാം അധ്യായം പഠിച്ചതാണല്ലോ. നമ്മളെല്ലാവരും ഒരു യുദ്ധക്കളത്തിലാണ്. എല്ലാ വിശ്വാസികളും ഏതൊരു ദൈവവൈതലിനും ഒരു എല്ലാ ദൈവവും ഒരു യുദ്ധക്കളത്തിലാണ്. എല്ലാവർക്കും ഒരു പോരാട്ടമുണ്ട്. ചിലവരുടെ പോരാട്ടം ഇച്ചിരി കൂടുതലായിരിക്കും, ചിലവർക്ക് കുറവായിരിക്കും. എന്നാലും എല്ലാവരും പോരാട്ടമുള്ളത്. നമ്മൾ ഈ ലോകത്തുനിന്ന് മാറുന്നത് വരെ ആ പോരാട്ടം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള സമയത്ത് നാം ഏകാത്മാവിനാൽ നിലനിൽക്കും, ഒരുപോലെ നിലനിൽക്കണം. നമുക്കറിയാം, ചില വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള ഫലം കിട്ടും അല്ലേ. ആ ഒരുമിച്ചുള്ള കൂട്ടായ്മ, ചിലപ്പോൾ ഞാൻ മാത്രം ഇരിക്കാവുന്ന അതല്ല. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, ഒരു സഭയുടെ യൂണിറ്റിക്ക് വേണ്ടി നിലനിൽക്കണം. കൊരിന്ത്യർ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാണല്ലോ. അവിടെ എന്തുണ്ടായിരുന്നു? ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ, കേഫാവിന്റെ പക്ഷക്കാരൻ, അങ്ങനെ എല്ലാവരുടെയും പക്ഷക്കാരായിപ്പോയി. അതുകൊണ്ട് അവിടെ വലിയൊരു ഭിന്നത ഉണ്ടാകുവാൻ ഇടയായിട്ട് അങ്ങനെയൊന്നും വേണ്ട. നാം എല്ലാവരും ക്രിസ്തുവിന്റെ പക്ഷക്കാരാണ്, ഒരുപോലെ നിൽക്കണം അല്ലെ. പൗലോസ് പറയുന്നുണ്ട്, ആ ഏക മനസ്സോടെ നിൽക്കണം അല്ലെ. ആത്മാവിന് എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിന് 10-ാം വാക്യം, സഹോദരന്മാരെ നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭാവിക്കാതെ ഏക മനസ്സിൽ ഏക അഭിപ്രായത്തിൽ യോജിച്ചിരിക്കുകയും വേണമെന്ന് ഞാൻ നമ്മുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ നാമം ചൊല്ലി പ്രബോധിപ്പിക്കുന്നു. നമുക്കറിയാം, 2 പേര് കൂടുന്നിടത്ത് വലിയ വിയോജിപ്പൊന്നും കാണത്തില്ല. 3 പേര് കൂടി അതിന് കൂടുതൽ കാണും. 4 പേരാകുമ്പോൾ 10 പേരാകുമ്പോൾ അതിൽ കൂടുതൽ കൂടത്തേ ഉള്ളൂ അല്ലേ. ആൾക്കാർ കൂടുന്നതിനനുസരിച്ച് അഭിപ്രായങ്ങൾ കൂടിക്കൊണ്ടിരിക്കും. അപ്പം ഭിന്നത ഉണ്ടാകാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഒരേ ആത്മാവാണ്. എല്ലാവരും കൂടുന്നിടത്ത് കൂട്ടായ്മ ഉണ്ടായിരിക്കണം. പിശാചി എപ്പോഴും ഇടർച്ച വരുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് അങ്ങനെ ആയിരിക്കരുത്. ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളിലൊന്നും കുലുങ്ങിപ്പോകരുത്. കൂട്ടായ്മയോടെ സ്ഥിരതയോടെ പോകണം. അവര് ചെയ്തോട്ടെ എന്നല്ല, ഞാൻ ചെയ്തോട്ടെ എന്നല്ല, എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് 3-ാമത്തതായിട്ട് നമ്മൾ കാണുന്ന കുലുങ്ങിപ്പോകരുതെന്ന് പറയാൻ
എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാരുത്. കാരണം പിശാച് ഏതു നേരത്തും ഇടർച്ച വരുത്തും. ഒരു സഭയ്ക്ക് നേരെ അത് പിന്നെ പിളർപ്പുണ്ടാകും. പ്രത്യേകിച്ച് സുവിശേഷം അനുസരിച്ച് നടക്കുന്ന സഭയ്ക്കെതിരെ അങ്ങനെ ഒരു കൂട്ടത്തിനെതിരെ പിളർപ്പുണ്ടാക്കുവാനായിട്ട് പിശാച് ഇടർത്തി വരുത്തും. അതുകൊണ്ട് നാം കുലുങ്ങിപ്പോകരുതേ. നമ്മൾ ഏകാത്മാവിനെ നിലനിൽക്കണം. നമുക്ക് എതിരാളികളുണ്ട്. 3-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നായ്ക്കളെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ, ദുരുപദേഷ്ടക്കാരുണ്ട്, അവരെ നാം സൂക്ഷിക്കുക. അവരോട് എടുത്തു നിൽക്കുമ്പോൾ നമുക്ക് എന്തോ അറിയണം? വചനം അറിയണം. അറിഞ്ഞ സത്യത്തിൽ നാം പരിജ്ഞാനമുള്ളവരായി തീരണം. എന്നാൽ മാത്രമേ എതിരാളികളാൽ കുലുങ്ങിപ്പോകുവാനായിട്ട് നാം കുലുങ്ങിപ്പോകുവാൻ നമുക്ക് ഇടയാകാതെ വരത്തുള്ളൂ. നമ്മൾ എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, 4-14-15, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാതെ വണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് എവിടെ പോകണം? ക്രിസ്തുവെന്ന തലയോളം വളരണം. ഉപായങ്ങളും തന്ത്രങ്ങളും ഒക്കെ, ഉപദേശങ്ങളും തെറ്റായ ഉപദേശങ്ങളും ഒക്കെ അനേകം പാരിൽ മുളച്ചു വരുന്ന നമ്മുടെ പാട്ടുകാരനൊക്കെ പറയുന്നല്ലേ, അനേകം കാര്യങ്ങൾ മുളച്ചു പടരുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിലൊന്നും തെറ്റിപ്പോകരുത്. മനുഷ്യരുടെ ചതിയായും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകരുത്. ശിശുക്കളെ പോലെ നാം ആയിരിക്കരുത്. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനായിട്ട് ഇടയായി തീരണം. സകലത്തിലും ക്രിസ്തു എന്ന തലയോളം വളരണം. ദൈവികമായ പരിജ്ഞാനം പ്രാപിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിന്റെ സർവായുധ വർഗം നാം ധരിച്ചു കൊള്ളുക. ഒന്നിലും കുലുങ്ങിപ്പോകരുത്. നമ്മൾ കൺസിസ്റ്റന്റ് ആയിരിക്കണം. നമ്മെ ആരും കുലുങ്ങിപ്പോകുവാൻ, ഉപദേശങ്ങൾ നമ്മൾ കുലുങ്ങിപ്പോകുവാനായിട്ട് ഇടയായി തീരരുത്. ഇനി അടുത്തത് 4-ാമത്തത്, സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായുള്ള പോരാട്ടം കഴിക്കണം. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാടുക. സ്റ്റാൻഡ് ഫേം. നമുക്ക് ദുർദിവസങ്ങൾ ഉണ്ടാകും. നാം ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ് വേണ്ടത്. അപ്പൊ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായുള്ള പോരാട്ടം. ഒരേ വിശ്വാസമേ ഉള്ളൂ, അല്ലെ? അത് യൂദായുടെ ലേഖനം 3-ാം അധ്യായത്തിൽ, ലേഖനം 3-ാം അധ്യായം, 3-ാം വാക്യത്തിൽ, ഒരധ്യായമുള്ള 3-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നമുക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം എന്ന് പറയുന്നുണ്ട്. നാം സുവിശേഷ സത്യം, ദൈവവചനം എന്നതാണ് ഒരിക്കലായിട്ട് ഭരമേൽപ്പിക്കുന്ന വിശ്വാസം. അല്ലെങ്കിൽ എൻ്റെ വിശ്വാസം, എൻ്റെ സഭയുടെ വിശ്വാസം, അവരുടെ വിശ്വാസം ഒന്നും അല്ല. സുവിശേഷ സത്യം അനുസരിച്ച് നടക്കുക എന്ന ഒരേ വിശ്വാസത്തിനാണ്. സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി നാം പോരാട്ടം കഴിക്കണം. അപ്പം ക്രിസ്തുവിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നതും അപ്പോസ്തലന്മാർ നമ്മെ പഠിപ്പിച്ചതുമായ സത്യത്തിൽ നാം നിലനിൽക്കണം എന്ന് പറഞ്ഞു. അപ്പം സുവിശേഷ സത്യത്തിന് വേണ്ടി പോരാടണമെന്ന്, നാം എപ്പോഴും സുവിശേഷ സത്യത്തിന്റെ എതിരെയാണ് പോരാട്ടമുള്ളത്, അല്ലേ? കൂട്ടിച്ചേർക്കാനായിട്ട് ശ്രമിക്കും, കുറച്ച് കളയുവാനായിട്ട് ശ്രമിക്കും. ദൈവത്തിന്റെ വചനത്തോട്ട് അവർ കൂട്ടിച്ചേർക്കാനും കുറയ്ക്കുവാനും ഒന്നും കഴിയത്തില്ല. അത് 66 പുസ്തകങ്ങൾ നമുക്ക് എഴുതപ്പെട്ടത്. പക്ഷെ നമ്മൾ കൂട്ടിച്ചേർക്കുകയും കുറയ്ക്കുകയും ചെയ്യുന്നതിടെ അതിനെ വ്യാഖ്യാനിക്കുമ്പോഴാണ് അതിനോട് കൂട്ടിച്ചേർക്കുകയും അതിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്യുന്നത്. കാരണം എനിക്കിഷ്ടമുള്ളത് ഞാൻ പറയും, അവർക്ക് ഇഷ്ടമുള്ളത് അവർ പറയും. അതല്ല, നാം ദൈവത്തിന്റെ വചനം പരിജ്ഞാനത്തോടെ പഠിക്കുകയും അതിനനുസരിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്യണം. നമുക്കിഷ്ടമുള്ള ചിലരുണ്ട്, എനിക്കിഷ്ടമുള്ള കുറെ വാക്കുകൾ പഠിക്കണം, അതൊന്നും നമുക്കിഷ്ടമല്ല. പഴയ നിയമമൊന്നും നമുക്ക് വേണ്ട, കുഴപ്പമില്ല, നമുക്കൊന്നും വേണ്ട. അതല്ല, ദൈവത്തിന്റെ എല്ലാ വചനവും എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാണ്. തീമോഥെയോസിനോട് പറഞ്ഞത്, നീ പഠിച്ച ഉപദേശത്തിൽ നിലനിൽക്കുക. അതേതാ ഉപദേശം പഠിച്ചത്? തീമോഥെയോസ് പഠിച്ചത് ഏതാ? പഴയ നിയമമാണ് പഠിച്ചത്. അതിൽ ഉറച്ചു നിൽക്കാനാ പറയുന്നത്. നീ പഠിച്ച വിശ്വാസത്തിലും സതുപദേശത്തിലും ആ വചനത്താൽ നീ പോഷണം പ്രാപിക്കണം. എന്നാൽ ക്രിസ്തുവേശു നല്ല ശുശ്രൂഷക്കാരനായിരിക്കും എന്നാ പറയുന്നത്. ആ ഉപദേശം ഏതായിരുന്നു? അത് പഴയ നിയമമായിരുന്നു. അന്നൊന്നും പുതിയ നിയമം എഴുതി കിട്ടിയിരുന്നില്ല. ആ വിശ്വാസം. അതുകൊണ്ട് നാം വചനത്തിൽ കൂട്ടിച്ചേർക്കുകയോ വചനത്തിൽ നിന്ന് കുറയ്ക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതിനോട് 66 പുസ്തകങ്ങളുണ്ട്, ഇനി ആർക്കും ആഡ് ചെയ്യാൻ ഒക്കത്തില്ല. പക്ഷേ അത് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കോട്ടിമാട്ടി കളയുകയല്ല. ദൈവാത്മാവ് എങ്ങനെ അത് പറയുവാൻ ഉദ്ദേശിച്ചിരിക്കുന്നു അതുപോലെ തന്നെ ആയിരിക്കണം. അവിടെ നിന്ന് എടുത്തു പറയുകയല്ല ചെയ്യുന്നത്. മേളിലത്തെയും താഴത്തെയും വാക്യങ്ങളുടെ നോക്കിയിട്ട് കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അത്
പഠിക്കുകയും അത് വ്യാഖ്യാനിക്കുകയും ചെയ്യണം. അപ്പൊ പൗലോസ് പറയുന്നുണ്ട്, ഞങ്ങൾ പറയുന്നത് ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ വെളിപ്പാടിനാൽ ലഭിച്ച. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളാകട്ടെ വേറൊരു ഒരു സ്വതന്ത്ര ദൂതനാകട്ടെ വന്ന് നിങ്ങളോട് സുവിശേഷത്തെ ശപിക്കപ്പെട്ടെ. ഇത് എഴുതി തന്നത് ദൈവത്തിന്റെ വചനമാ, സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന വചനമാ. അതിന് നമുക്ക് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയത്തില്ല. അതുകൊണ്ട് പറഞ്ഞ സുവിശേഷത്തിന്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കണം. അപ്പൊ സുവിശേഷത്തിന്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാ നാം പോരാടേണ്ടത്? സുവിശേഷം ആക്രമിക്കപ്പെടുമ്പോൾ വിശ്വാസികൾ ഒരിക്കലും ദുർബലരാകുവാൻ പാടില്ല. കാരണം സുവിശേഷം ആക്രമിക്കപ്പെടുന്നതാണ്. നമ്മെ ആക്രമിച്ചാൽ നമ്മളെന്തോ ചെയ്യും? നമ്മൾ എതിർക്കും. പക്ഷെ സുവിശേഷം ആക്രമിക്കപ്പെട്ട എനിക്കൊരു കുഴപ്പവുമില്ല. അത് എന്നെ ആക്രമിക്കുന്നത് വരെ ഒരു കുഴപ്പമില്ല. നമ്മളുടെ ഇടയിൽ കയറി ദുരുപദേഷ്ടാക്കന്മാര് സംസാരിക്കട്ടെ, അവരെന്ത് വേണേലും പറഞ്ഞോട്ടെ, അത് എന്നെ ഒന്നും ബാധിക്കുന്നതേ അല്ല. ഞാൻ വീട്ടിലിരുന്ന് ദൈവവചനം പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരെങ്ങനെയെങ്കിലും പ്രസംഗിച്ചിട്ട് പോട്ടെ, എനിക്കിതൊന്നും ഒരു ബാധകമല്ല എന്ന് പറയുകയല്ല. നമ്മളുടെ അടുത്തേക്ക് വരുമ്പം മാത്രം നാം പ്രതികരിക്കുകയല്ല, എവിടെ അസത്യം കണ്ടാലും അതിന് നേരെ പ്രതികരിക്കുക എന്നതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് ബഹളം വെച്ച് പറയാനല്ല, സത്യത്തിന്റെ ആത്മാവിൽ സൗമ്യതയോടെ അത് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. കാരണം ഒരു ദുരുപദേശം ഒരാൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുമെങ്കിലും, നമുക്കെന്ന് പറഞ്ഞാൽ ദൈവവചനം പഠിക്കുന്നവർക്കത് മനസ്സിലാകുമെങ്കിലും ദൈവവചനം അറിയാത്തവരെ അത് തെറ്റുകളിലേക്ക് തിരിക്കുവാനായിട്ട് ഇടയായിത്തേരും. അതുകൊണ്ട് നാം സുവിശേഷത്തിൽ മായം കലർക്കുന്ന എന്ത് കണ്ടാലും അവിടെ പ്രതികരിക്കണമെന്നുള്ളത് പൗലോസ് തീമോഥെയോസിനോട് പറയും, നിന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. നീ എന്തുവാ പ്രസംഗിക്കുന്നത്, അതിനെ സൂക്ഷിച്ചുകൊള്ളുക എന്നാണ് പറയുന്നത് അല്ലെ. നാം നമ്മെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. ഏതുപദേശം? ക്രിസ്തുവിന്റെ ഉപദേശത്തെ നമ്മൾ സൂക്ഷിച്ചു കൊള്ളണം. അപ്പം എനിക്ക് എന്തായാലും പ്രശ്നമൊന്നുമല്ല, സുവിശേഷത്തിനെതിരെയായാലും പ്രശ്നമൊന്നുമല്ല. ആ ചിന്താഗതി നാം മാറണം. ഒരിക്കലും ദുരുപദേശങ്ങളോടും തെറ്റുകളോടും ഒരു ഒത്തുതീർപ്പിനും ഒരു കോംപ്രമൈസിനും നാം പോകുവാനായിട്ട് പോവുകയില്ല. നമ്മള് കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം എടുക്കണ്ട, 11-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അവിടെ എന്തുവാ സംഭവിച്ചത്? മറ്റൊരുത്തൻ വന്ന് വേറൊരു സുവിശേഷം പ്രസംഗിച്ചു, വേറൊരു യേശുവിനെ പ്രസംഗിച്ചു, വേറൊരു ആത്മാവിനെ പ്രസംഗിച്ചു, വേറൊരു വചനം പ്രസ്താവിച്ചു. എങ്കിലും അവർ പുറത്തു, അവരെ എല്ലാം കൈക്കൊണ്ടു. പൗലോസ് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ എരിവോടെ എരിയുന്ന നിങ്ങളെ കുറിച്ച്. എന്താ? ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെന്ന് ഞാൻ നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അങ്ങനെ ഇരിക്കുന്ന നിങ്ങൾ വേറൊരു യേശുവിനെ സ്വീകരിച്ചു, വേറൊരു ആത്മാവിനെ സ്വീകരിച്ചു, വേറൊരു വചനം സ്വീകരിച്ചു. അപ്പൊ ഞാൻ ഭയപ്പെടുകയാണ്, സർപ്പം ഹവ്വായെ ഉപായത്താൽ നശിപ്പിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള നിർമ്മലതയും ഏകാഗ്രതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. അപ്പൊ നാം ഒരാൾക്ക് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നവർ മറ്റൊന്ന് കേട്ട് അതിന്റെ മുമ്പേ പോകുമ്പോൾ ദൈവവചനം പറയുന്നത് എന്തുവാ? പരസംഗം ചെയ്യുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് നാം സുവിശേഷത്തിന്റെ വിശ്വാസത്തിനു വേണ്ടി പോരാടണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഏൽപ്പിച്ചിരിക്കുന്ന സുവിശേഷത്തിനു വേണ്ടി നാം പോരാടേണ്ടത് ആവശ്യമാണ്. നമുക്ക് യൂദായുടെ ലേഖനമല്ലേ പറയുന്നത്. എന്നാ പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് യൂദാ അപ്പോസ്തലൻ എഴുതാനായിട്ട് തീരുമാനിച്ചിരുന്നു. അതിനുവേണ്ടി സകല കാര്യങ്ങളും എടുക്കണം. ഞാൻ വായിക്കുന്നൊന്നുമില്ല. സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. കർത്താവ് പറഞ്ഞ എന്നാ? വിശ്വാസത്തിനു വേണ്ടി, സത്യത്തിനു വേണ്ടി, ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി പോരാടേണ്ടതിനെ കുറിച്ച് നീ എഴുതാൻ പറഞ്ഞു. കാരണം അനേകർ വഷളായി പോകുന്നു. ഒരു ജനതയെ കുറിച്ച് പറഞ്ഞു, ദൂതന്മാരെ കുറിച്ച് പറഞ്ഞു, ചില വ്യക്തികളെ കുറിച്ച് പറഞ്ഞു. ഇസ്രായേൽ ജാതി മുഴുവൻ ദൈവത്തെ കണ്ടറിഞ്ഞ് അഗ്നിസ്തംഭത്തിലും മേഘത്തൂണിലും ദൈവം അവരോട് കൂടെ ഇരുന്ന് അവരോട് കൂടെ വന്ന, പക്ഷേ അവർ തെറ്റിപ്പോയി. ഒരു വലിയ ജനത മരുഭൂമിയിൽ അവരെ തള്ളിയിട്ട് കളഞ്ഞു. ദൂതന്മാർ പോയി, അനേകം ദൂതന്മാർ പോയി, നാശകൂപത്തിലായിപ്പോയി. അനേകം വ്യക്തികൾ പോയി. അവരുടെ ജീവിതങ്ങളെല്ലാം നമുക്ക്
ദൃഷ്ടാന്തമായി വെച്ചിരിക്കുന്നു. ലോകാവസാനം വന്നിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശനായി എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് നാം സത്യത്തിന് സുവിശേഷത്തിന് വിശ്വാസത്തിന് യോഗ്യമാം വണ്ണം അല്ലെ സുവിശേഷണ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടതാണ്. അപ്പം സുവിശേഷണ വിശ്വാസത്തിന് വേണ്ടി പോരാട്ടം കഴിക്കണം എന്നുള്ളത് നമ്മെക്കുറിച്ച് എല്ലാവരെ കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. എതിർത്ത് നിൽക്കണം. പക്ഷേ എതിർത്ത് നിൽക്കുമ്പോൾ കഷ്ടതകളും ദുഃഖങ്ങളും അനുഭവിക്ക വേണ്ടും വരും. പൗലോസിന് ഇപ്പൊ എന്തുവാ കിട്ടിയിരിക്കുന്നത്? ചെയിനാണ് കിട്ടിയിരിക്കുന്നത്. അതെ, ചങ്ങലയാണ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി ക്രിട്ടിക്സുകൾ ഉണ്ടായി, പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായി. അപ്പം ക്രിസ്തു പറഞ്ഞു, ക്രിസ്തുവിന് പിമ്പേ പോകുന്നവർ എന്തോ ചെയ്യണം? തൻ്റെ ക്രൂശും എടുത്തുകൊണ്ട് പോകണം, തൻ്റെ മരണവും എടുത്തുകൊണ്ട് പോകണം, അല്ലേ? അപ്പൊ നമുക്ക് ദൈവം നൽകിയ സകല പരിജ്ഞാനമനുസരിച്ച് നാം ആത്മീയമായ സകല കഴിവുകളും ഉപയോഗിച്ച് നാം സഹിക്കുകയും സുവിശേഷത്തിനെതിരെ നിൽക്കുന്നവർക്കെല്ലാം സുവിശേഷത്തിന്റെ വിശ്വാസത്തിനെതിരെ പോരാടുന്നവർക്ക് വേണ്ടി, അല്ലെ, എപ്പോഴും പോരാട്ടമുണ്ട്. അത് കഷ്ടം സഹിക്കണം. എത്ര കഷ്ടം സഹിച്ചാലും അതിനു വേണ്ടി പോരാടണം. ഇംഗ്ലീഷിൽ പറയുന്ന സ്ട്രൈവിങ് ടുഗദർ. ഒരു യുദ്ധത്തിന്റെ മുൻപടയിൽ ഒരു പടയാളി നിൽക്കുമ്പോൾ അവന്റെ നേരെയായിരിക്കും എല്ലാ ആയുധങ്ങളും വന്നു ചേരുന്നത്. കാരണം അവന്റെ മരണം അവൻ മുമ്പിൽ കാണുന്നത്. അങ്ങനെ ആ മുന്നിൽ നിൽക്കുന്ന പടയാളി പെരുമാറുന്നത് പോലെ നിങ്ങൾ വിശ്വാസത്തിനു വേണ്ടി പോരാടണം. വിശുദ്ധന്മാർക്ക് ഒരിക്കലാക്കി വരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനു വേണ്ടി നാം പോരാടണം. നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ അങ്ങനെയായിരുന്നു. പൗലോസും അങ്ങനെയായിരുന്നു. പൗലോസ് അതിനുവേണ്ടിയാണല്ലോ ഇപ്പം ചങ്ങല സഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും പാടുന്നൊക്കെ ഒരു പാട്ടാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്. പറയാൻ ഭയങ്കര എളുപ്പമാണ് നമുക്കല്ലേ, നമുക്ക് പാടാനും എളുപ്പമാണ്. പക്ഷെ അങ്ങനെയുള്ളവർ എങ്ങനെയായിരുന്നു? അവര് വിശ്വാസത്തിന് വേണ്ടി, ഇനി എനിക്ക് ഒരു എഴുതിയ ഭക്തനെ തൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം മുമ്പിൽ കൊന്നുകളഞ്ഞു. ഇനി താൻ മാത്രം ശേഷിച്ചിരിക്കെ തനിക്ക് മുമ്പിൽ മരണമാണെന്ന് കണ്ടുകൊണ്ട്, കാരണം സുവിശേഷ വിരോധികൾ ആക്രമിക്കപ്പെട്ടപ്പോൾ തൻ്റെ ഭാര്യയും മക്കളെയും എല്ലാം കൊന്നുകളഞ്ഞപ്പോൾ തന്നെയും കൂടെ അതിനു വേണ്ടി മുമ്പ് നിൽക്കുക, മരണം കാത്തുകൊണ്ട്. അപ്പം പറയാം, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോ ടേണിംഗ് ബാക്ക്, നോ ടേണിംഗ് ബാക്ക്. ഇവർ വെറുതെ ഒന്നും എഴുതി വെച്ചതല്ല. നമുക്കിത് പാട്ട് പാടാൻ എളുപ്പമാണ്, അല്ലേ? വല്ലവരും എഴുതി വെച്ചത് കൊണ്ട് നമുക്ക് പാട്ട് പാടുവാൻ എളുപ്പമാണ്. പക്ഷെ അവരൊക്കെയും സുവിശേഷത്തിനു വേണ്ടി ലോകം എതിരായാലും മറ്റു മനുഷ്യർ എതിരായാലും എനിക്ക് പ്രസാദിപ്പിക്കേണ്ട എൻ്റെ കർത്താവിനെയാണ് എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ പ്രവർത്തിച്ചവരാണ് അവരെല്ലാവരും. അതുപോലെ നമ്മളും സുവിശേഷത്തിനു വേണ്ടി നിലനിൽക്കണം. പഠിച്ച കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ മാത്രമേ ക്രിസ്തുവിന് സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കുവാനായിട്ട് കഴിയത്തുള്ളൂ. പൗലോസ് കൊലോസ്യ ലേഖനം 1:28-29 ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞുള്ള വാക്യം, അതിനായി ഞാൻ എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തിക്ക് അത്രവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. അന്ന് പോരാടണം. ആ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടത് ആവശ്യമാണ്. അതൊരു പെയിൻഫുൾ എഫേർട്ടാണ്. പൗലോസ് അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയുന്നത്. കാരണം ആ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നവർക്ക് കഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കഷ്ടങ്ങളിൽ തളർന്നു പോകരുത്. അതിനുവേണ്ടി പോരാടേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ കഷ്ടങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ കഷ്ടങ്ങളിലും കരുതുവാൻ ഒരു കർത്താവ് നമ്മോട് കൂടെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതുപോലെ, കരുത്തനായവൻ നമ്മുടെ കൈക്ക് പിടിച്ചിരിക്കുന്നത്. ഏതു പ്രതികൂലങ്ങളായാലും മുമ്പോട്ട് പോകുവാനുള്ള കൃപയും ശക്തിയും ദൈവമാണത്. നമ്മെ ഏത് അവസ്ഥയിൽ കൂടെ കടത്തിവിടുന്നു അതേ അവസ്ഥയിൽ ആ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള എല്ലാ ശക്തിയും കരുത്തും ദൈവം പ്രദാനം ചെയ്യുന്നുണ്ട്. നമ്മൾ പറയും, ഫറവോനെ പോലെ റിസോഴ്സസ് കൊടുക്കാതെ പ്രതിഫലം ആഗ്രഹിക്കുന്ന അല്ല നമ്മുടെ കർത്താവ്. നമ്മളിൽ നിന്നൊരു പ്രവൃത്തി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മെ ഒരു പ്രവൃത്തി ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടുന്ന എല്ലാ റിസോഴ്സസും തരുവാൻ ദൈവം ശക്തനാണ്. പക്ഷെ ദൈവ വേല ചെയ്യപ്പോഴല്ലേ, സുവിശേഷത്തിനു വേണ്ടി പോരാടുമ്പോഴും
മുമ്പിൽ മുഴുവൻ പ്രതികൂലങ്ങളായിരിക്കും, പക്ഷെ ആ പ്രതികൂലങ്ങളെല്ലാം തരണം ചെയ്യുവാൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അവൻ സകലത്തിനും മതിയായി. നിങ്ങൾ ക്രിസ്തുവിൽ സകലത്തിലും സമ്പൂർണരായിരിക്കുന്ന പറയുന്നത്. ക്രിസ്തു ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, ക്രിസ്തു മാത്രം മതി. അപ്പൊ നമ്മൾ ഫിലിപ്പിയർ 1:29 പറയുന്നുണ്ട്, എന്താ പറയുന്നത്, ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം ലഭിച്ചിരിക്കുന്നെന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ എന്തോ ചെയ്യണം? പത്രോസും പറയുന്നുണ്ട്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുതേ, ആ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുക അത്രേ വേണ്ടതെന്ന് പറയുന്നുണ്ട്. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കാൻ നാം ലജ്ജിക്കരുത്, ആ നാമത്തെ നാം മഹത്വപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. സുവിശേഷത്തിന് വിശ്വാസത്തിന് വേണ്ടി നാം പോരാടേണ്ടത്. എന്തോ ചെയ്യേണ്ടത്? നാം ആ സുവിശേഷത്തിന് യോഗ്യമാവണ്ണം നടക്കണം, നാം ഏകാത്മാവിനാൽ നിലനിൽക്കണം, എതിരാളികളാൽ ഒന്നും കുലുങ്ങിപ്പോകരുത്. അതുപോലെ തന്നെ സുവിശേഷ വിശ്വാസനായി നല്ല പോരാട്ടം കഴിക്കുക. കാരണം നാം സ്വർഗീയ പൗരന്മാരാണ്. സ്വർഗീയ പൗരത്വം നമുക്ക് അവിടെ ചെന്നിട്ടല്ല കിട്ടുന്നത്, ഇവിടെ വെച്ച് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നാം സ്വർഗത്തിലെ പൗരന്മാരാണ്, ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നവരാണ്. അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത്. അതുകൊണ്ട് എതിർപ്പുണ്ട്, പ്രശ്നമുണ്ട്, പ്രയാസങ്ങളുണ്ട്, എങ്കിലും അതിലൊന്നും കുലുങ്ങിപ്പോകാതെ സുവിശേഷ വിശ്വാസനായി നാം നല്ല പോരാട്ടം കഴിക്കണം. ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരു അടയാളമാകുന്നു. അത് അവരുടെ നാശം, ഇവരുടെ രക്ഷ അല്ലെ, നിങ്ങളുടെ രക്ഷയ്ക്ക്. അപ്പം എന്താ പറയണേ? സുവിശേഷത്തിന്റെ ആ എതിരാളികളെ കണ്ടു ഭയപ്പെടരുത്, സ്ഥിരതയോടെ മുന്നേറണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ നാശത്തിനും നമ്മളുടെ രക്ഷയ്ക്കും എന്ന് പറഞ്ഞാൽ സത്യവചനത്തിനു വേണ്ടി പോരാടുന്നവർക്ക് രക്ഷയും വിശ്വാസത്തിനെ എതിർത്ത് നിൽക്കുന്നവർക്ക് നിത്യനാശവും എന്നത് ഒരടയാളമാണ്. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഒന്നുകൂടെ പറയാ, സത്യവചനത്തിനു വേണ്ടി പോരാടുന്നവർക്ക് രക്ഷയും ദൈവവചനത്തിനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് അത് നഷ്ടവുമാണ്, അല്ലെങ്കിൽ നിത്യനാശവുമാണ്. അതൊരടയാളമാണ്, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. നമ്മൾ സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി നാം പോരാടേണ്ടത് ആവശ്യമാണ്. അത് സ്ഥിരതയോടെ പോരാടണം, എന്നാൽ നമുക്ക് പ്രതിഫലമുണ്ട്. പ്രതിഫലം നമുക്കുണ്ട് നിശ്ചയം, പക്ഷെ പ്രതിഫലം നോക്കിയിട്ടല്ല നാം പോകേണ്ടത്. ഓരോ ദിവസവും നാം ക്രിസ്തുവിനോട് കൂടെ വസിക്കണം. ആ ക്രിസ്തുവിന്റെ കൊമ്പിൽ വസിക്കുമ്പോൾ അതിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുമ്പോട്ട് പോകുവാനായിട്ട് കഴിയുന്നത്. അപ്പൊ 2 തീമോഥെയോസ് 4-ാം അധ്യായത്തിൽ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലെ സുവിശേഷ സത്യത്തിനു വേണ്ടി സ്ഥിരതയോടെ പോരാടുന്നവർക്ക് പ്രതിഫലം ഉണ്ട് എന്നവിടെ പറയുന്നുണ്ട്. കാരണം ലോകത്തിന്റെ പ്രതിഫലം നോക്കുന്നവർക്ക് അത് നഷ്ടമായി പോകും, അവർക്ക് നിത്യനാശമാണ്. പക്ഷേ സുവിശേഷത്തിന് വേണ്ടി പോരാടുന്നവർക്ക് ഒരു പ്രതിഫലമുണ്ട്, അത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് കാരണമായി തീരുന്നു. വായിക്കാം. 2 തീമോഥെയോസ് 4:4 മുതലുള്ള വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു പോകാം. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പിപ്പാൻ തിരികെയും അനേകരുണ്ട്, തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷത്തിന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിവർത്തി. അപ്പൊ തീമോഥെയോസിനോട് പറയണേ, കഷ്ടം സഹിക്കാം. സുവിശേഷത്തിന്റെ പ്രവൃത്തി നിവർത്തിക്കണമെങ്കിൽ കഷ്ടം സഹിക്കണം. അത് കഴിഞ്ഞ് ഞാനോ ഇപ്പോൾ തന്നെ പാനീയാഗമേ ഒഴിക്കപ്പെടുന്നു, എൻ്റെ നിര്യാണകാലവും അടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ നല്ല പോർ പൊരുതു ഓട്ടം തികച്ചു, ഇനി ഒരു പ്രതിഫലം ദൈവം എനിക്ക് വെച്ചിരിക്കുന്നു. കാരണം ആ ഓട്ടം സ്ഥിരതയോടെ ഓടിയ നല്ല പോർ പൊരുതാൽ മാത്രമേ, ആ നല്ല പോർ പൊരുതണമെങ്കിൽ നമ്മളുടെ എതിരാളികളുണ്ട്, വെറുതെയുള്ള പൊരുതല്ല. നമ്മളൊരു പോരാട്ടക്കളത്തിലാണ്, എപ്പോഴും നമ്മൾക്ക് എതിരാളികളുണ്ട്. സ്ഥിരതയോടെ സുവിശേഷത്തിന്റെ യോഗ്യമാവണ്ണം നാം നടക്കണം. അപ്പൊ അങ്ങനെയാവുമ്പോൾ അത് ദൈവം വെച്ചതാണെന്ന് വെച്ചാൽ വിശ്വാസികൾ സുവിശേഷ വിരോധികൾക്കും ദുരുപദേശങ്ങൾക്കും എതിരായി പോരാടുമ്പോൾ അവർക്ക് പ്രതിഫലം ലഭിക്കും. അത് ദൈവം വെച്ചിരിക്കുന്ന ഒരടയാളമാണ്. അത് നമ്മുടെ സാൽവേഷൻ, അത് നിങ്ങളുടെ രക്ഷയ്ക്ക് ഒരു അടയാളം എന്ന് പറഞ്ഞാൽ ഇത് പ്രൂഫ് ഓഫ് അവർ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് നിങ്ങൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും ദുരുപദേശത്തോട് എതിർത്ത് നിൽക്കുന്നതും. രക്ഷിക്കപ്പെടാത്തവർ കേട്ടങ്ങനെ പോകത്തേ ഉള്ളൂ. അതാണ് പ്രൂഫ് ഓഫ് യുവർ സാൽവേഷൻ. നിങ്ങൾ രക്ഷിക്കപ്പെട്ടു, അല്ലെ നാം രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ പ്രൂഫാണ് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതും ദുരുപദേശങ്ങളെ എതിർക്കുന്നതും. ഇനി അവരുടെ നാശം,
ഇറ്റേണൽ ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിശേഷ വിരോധികളുടെ അവസാനം നിത്യനാശം അല്ലേ. അതുകൊണ്ട് ആം, അവരുടെ നിത്യനാശം എന്ന് പറയുന്നത് അവർക്കൊരു പ്രൂഫാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവർ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുന്നില്ല, അവർ വിശ്വാസത്തിന് എതിരായി എതിരായി പ്രവർത്തിക്കുന്നു. അത് അവരുടെ രക്ഷയ്ക്കും നിത്യനാശത്തിനും ഒരു അടയാളമാകുന്നു. അവർ വിശ്വാസികളല്ല എന്നതാണ് അവരുടെ അടയാളം എന്ന് പറയുന്നത്. വിശ്വാസികളായവർ സ്ഥിരതയോടെ സുവിശേഷത്തിന് വേണ്ടി പോരാടും അല്ലേ. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് നാം സുവിശേഷത്തിൻ്റെ വിശ്വാസം നിലനിൽക്കുന്നതും അതിനുവേണ്ടി അതിനെ എതിരിടുന്നവരോട് നേരെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. പക്ഷെ അത് പ്രതികരിക്കാതെ അങ്ങനെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നാം എന്താ പറയുന്നത്, വിശ്വാസത്തിനെതിരായി നിൽക്കുകയാണെങ്കിൽ അത് നിത്യനാശത്തിനും ഇടയായിത്തീരുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അപ്പം എങ്ങനെയായിരുന്നെ, നമ്മൾക്ക് ഒരടയാളമാണ്. നമ്മൾ എന്ന് പറയുന്നത് എല്ലാം കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കണ്ണടച്ച് അതിനെതിരെ ലോകത്തിന് ആ ഒഴുക്കിലങ്ങ് പോവുകയാണെങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടില്ല, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിലുള്ള വിശ്വാസികളല്ല എന്നതാണ് അതിൻ്റെ തെളിവ്. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അപ്പം വിശ്വാസികൾ സ്ഥിരതയോടെ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളെ ഒന്നിലും കുലുങ്ങിപ്പോകാതെ പോരാടേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ജഡത്തെയും പിശാചിനെയും ലോകത്തെയും നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അങ്ങനെ അല്ലാത്തവരുടെ ആ അവസാനം എന്ന് പറയുന്ന നാശമാണ്. അങ്ങനെ അവർ അങ്ങനെ പോകട്ടെന്ന് വിചാരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർ വഴിതെറ്റിലേക്ക് പോകുന്നത് കാണുകയാണെങ്കിൽ നാം എതിർക്കേണ്ട, ഞാൻ പറഞ്ഞതുപോലെ അറിയാത്തവർ ആ തെറ്റിലൂടെ പോകരുത്. നാം സൗമ്യതയുടെ ആത്മാവിൽ അവരെ സ്ഥിരപ്പെടുത്തണം, അവരെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നാം കൊണ്ടുവരണം. ദുരുപദേഷ്ടാക്കന്മാരെ നമ്മൾ ഒന്നും പറയാനൊന്നും പോകാൻ നമുക്ക് കഴിയത്തില്ല, അവരുടെ വായടുപ്പിക്കാനൊന്നും വലിയ കഴിയത്തില്ല. പക്ഷെ അവരോടുകൂടെ പോകുന്നവരെ നമുക്ക് സൗമ്യതയുടെ, അതുകൊണ്ടാണ് ഗലാത്യലേഖനത്തിൽ പറയുന്നത് അല്ല ക്രിസ്തുവിന്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. ഒരു മനുഷ്യൻ വല്ല തെറ്റിലും അകപ്പെട്ടു പോയെങ്കിൽ ആത്മീയരായ നിങ്ങൾ അങ്ങനെയുള്ളവരെ സൗമ്യതയുടെ ആത്മാവിൽ യഥാസ്ഥാനപ്പെട്ടു നീയും പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ സൂക്ഷിപ്പീൻ. നാമും പോകരുത്. അവരെ രക്ഷിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ പരീക്ഷയിൽ അകപ്പെടാനൊന്നും പോകരുത്. നാം അവരെ സൗമ്യതയുടെ ആത്മാവിൽ രക്ഷിക്കുകയും വേണം, നമ്മെ തന്നെ സൂക്ഷിക്കുകയും ചെയ്യണം. പൗലോസ് തീമോഥെയോസിനോട് പറഞ്ഞു, നിന്നെ തന്നെയും നിന്റെ ഉപദേശത്തെയും സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ ഇവിടെ പറയുന്നു, അത് ആ സുവിശേഷ വിരോധികൾ അതിനുവേണ്ടി എതിർത്ത് നിൽക്കുന്ന അവരുടെ നാശത്തിനും നാം വിശ്വാസത്തിന് വേണ്ടി പോരാടുമ്പോൾ നമ്മുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം 1:29. അത് ദൈവം തന്നെ വെച്ചതാകുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവനു വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. ഓക്കെ, ക്രിസ്തീയ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ പോരാടണമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ കഷ്ടം അനുഭവിക്കണമെന്നുള്ളതും ദൈവം വെച്ചിരിക്കുന്നതാണ്. അത് അവരുടെ നാശവും നമ്മുടെ രക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ അത് കഷ്ടം കാരണം നമ്മൾ സുവിശേഷത്തിന് വേണ്ടി പോരാടുമ്പോൾ എപ്പോഴും കഷ്ടം അനുഭവിക്കണം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അത് ആ കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വിശ്വസിപ്പാൻ മാത്രമല്ല കഷ്ടം അനുഭവിപ്പാനുമുള്ള വരം നമുക്ക് നൽകിയിരിക്കുന്നു. കാരണം ക്രിസ്തീയ സഭകളുടെ എന്താണ് ഉള്ള എതിർപ്പും പ്രോസിക്യൂഷനും ഒക്കെ എല്ലാ കാലത്തും ഉള്ളതല്ലേ. ആദ്യം മുതൽ അത് അവസാനം വരെ ഉണ്ട്. അത് അവസാനം വരെ തുടർന്നുണ്ട്. അത് ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവജ്ഞാനത്തിലും ദൈവം വച്ചിരിക്കുന്നതാണ്. അത് ദൈവം അനുവദിക്കാതെ ഒരു സുവിശേഷവും ഒരു അപ്പോസ്തോലനും അല്ലെങ്കിൽ ഒരു ദൈവശിഷ്യനും അല്ലെങ്കിൽ ഒരു ദൈവ പൈതലും പോരാട്ടത്തിലൂടെ കടന്നു പോവുകയില്ല. അത് ദൈവം തന്നെ വെച്ചതാണ്. ദൈവത്തിന്റെ സർവജ്ഞാനത്തിലും ആ പരമാധികാരത്തിലും ദൈവം വച്ചിരിക്കുന്നതാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന എന്നതുപോലെ ആ ദൈവത്തിന്റെ കൃപയാണ്. അതുപോലെ കഷ്ടം അനുഭവിക്കുക എന്നതും ദൈവം നൽകുന്ന വരമാണ്. അപ്പം നമ്മളെല്ലാവരും കൃപാവരങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ എന്തിനു വേണ്ടിയൊക്കെ പ്രാർത്ഥന? ജ്ഞാനത്തിന്റെ വചനം, പരിജ്ഞാനത്തിന്റെ വചനം, വിവേചനത്തിന്റെ വരം, രോഗശാന്തികളുടെ വരം, പ്രവചന വരം, ഇതൊക്കെ നമ്മൾ എന്തു ചെയ്യും? പ്രാർത്ഥിക്കല്ലേ? വേണമെന്നൊക്കെ പ്രാർത്ഥിക്കത്തില്ലേ? നമ്മള് കഷ്ടം അനുഭവിക്കാനുള്ള വരം കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കാറുണ്ടോ? വിശ്വാസമൊക്കെ നമ്മൾ ചോദിക്കും, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്നൊക്കെ പറയും അല്ലേ. അതും ഒരു വരമാണ്.
പക്ഷെ അതുപോലെ തന്നെ കഷ്ടം അനുഭവിക്കുക എന്നതും ദൈവത്തിന്റെ ദാനമാണ്. ആ വരവും നാം ചോദിച്ചു വാങ്ങിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. കഷ്ടം അനുഭവിക്കുക എന്നതും കൂടി ദൈവം നമുക്ക് വെച്ചേക്കുന്ന. ക്രിസ്തീയ സഭ പീഡനത്തിലൂടെ കടന്നു പോകുന്നത് അത് എതിരാളികൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല, ദൈവം അത് വെച്ചിരിക്കുന്നതാ. ആ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന സഭ മാത്രമേ വളരുകയുള്ളൂ. കാരണം നമ്മള് നമ്മുടെ കഷ്ടങ്ങളിലാ നമ്മള് പിന്നെ എന്താ പറയുന്നത്, നമ്മുടെ ശരിയായ സ്വഭാവം വെളിപ്പെടുന്നത് അല്ലേ. അപ്പം വിശ്വാസി പോരാട്ടത്തിലൂടെ കടന്നുപോയാൽ മാത്രമേ ആ വിശ്വാസി എത്ര തരം എങ്ങനെയുണ്ടെന്ന് മനസ്സിലാക്കാൻ. പൗലോസ് പറയുന്നുണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ, നിങ്ങൾ നല്ലവർ, എന്താ പറയുക, നല്ലവരും ഭിന്നപക്ഷങ്ങൾ നിങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ്. കാരണം നിങ്ങൾ കൊള്ളാവുന്ന വെളിപ്പെടേണ്ടത് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് പറയുന്നുണ്ട്. ഭിന്നപക്ഷങ്ങൾ ഉണ്ടായാൽ മാത്രമേ നല്ലവർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുവാനായിട്ട് ഇടയാകത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നത് ഭൂമിയിൽ ലഭിക്കാവുന്ന പൗലോസ് പറയുന്ന ഭൂമിയിൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവികളിൽ ഒന്നാണ് ക്രിസ്തുവിന് വേണ്ടി കഷ്ടം അനുഭവിക്കുക എന്നുള്ളത്. നമുക്കറിയാം പൗലോസിന്റെ കാര്യത്തിൽ വായിക്കുന്നൊന്നുമില്ല. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തില് പൗലോസിനെ ഒരു ജഡത്തിലൊരു ശൂലം വെച്ചിരിക്കുന്ന നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ പൗലോസ് കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു കാരണം തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം പൗലോസ് കർത്താവിനോട് അത് നീങ്ങിപ്പോകാൻ വേണ്ടി 3 വട്ടം അപേക്ഷിക്കുന്നുണ്ട്. കർത്താവിനോ പറഞ്ഞത്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനത തികഞ്ഞു വരുന്നു. എന്തിനു വേണ്ടിയിട്ട്? എന്തുകൊണ്ടാ? പൗലോസിനെ കൊണ്ട് ദൈവത്തിന് നല്ലൊരു വേല തികയ്ക്കാണ്ട്. നല്ല പോർ പൊരുത്, ഓട്ടം തികച്ച് വിശ്വാസം കാത്തു എന്നൊക്കെ പറയണമെങ്കിൽ അതുപോലെ വലിയ പ്രവൃത്തി പൗലോസിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. കാരണം വെളിപ്പാടുകളുടെ ആധിക്യത്തെ അധികം ദർശനങ്ങളും വെളിപ്പാടുകളും കിട്ടിയവനാണ്. അധികം ദിഗളിച്ചു പോകാതിരിക്കുന്ന ശൂലം വെച്ചിരിക്കുക. ദൈവം വെച്ചതാ. കർത്താവ് പറഞ്ഞു അവിടെ ഇരുന്നോട്ടെ, അത് നീ നിഗളിച്ചു പോകാതിരിക്കുന്ന വെച്ചേക്കുന്നത്. പക്ഷെ ശൂലം നീങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം പൗലോസ് സ്വർഗത്തിലെത്തത്തല്ല. കാരണം ദൈവം പറയുന്നത് നീയും സ്വർഗത്തിലെത്തണം, നിന്നോട് കൂടെ ഉള്ളവരും സ്വർഗത്തിലെത്തണം. അതുകൊണ്ട് ആ ശൂലം അവിടെ തന്നെ അങ്ങ് ഇരുന്നോട്ടെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പല ശൂലങ്ങളും വെച്ചിട്ടുണ്ട്. ശൂലം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട. ശൂലത്തിൽ നമുക്ക് സഹിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. നമ്മുടെ മുമ്പുള്ള പോരാട്ടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയാം ആ ശൂലം നീങ്ങിപ്പോകാണ്ട് പ്രാർത്ഥിക്കണം. വേണ്ട, ശൂലം അവിടെ ഇരുന്നോട്ടെ. ശൂലം ഇരുന്നാലും എൻ്റെ കൃപ നിനക്ക് മതി. ആ ശൂലത്തിലും ദൈവത്തെ അനുസരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുക. നമ്മുടെ കഷ്ടങ്ങളിലും ആ ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം കർത്താവിന്റെ ഹിതമാണ് നാം എങ്ങനെ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകണം എന്നുള്ളത് കർത്താവിന്റെ ഹിതമാണ്. അങ്ങനെയാണെങ്കിൽ നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോവുക തന്നെ ചെയ്യും. നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും അത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകും. പക്ഷെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ജയിക്കുന്ന ദൈവത്തിന്റെ വലിയൊരു ശക്തി നമ്മളുടെ മേൽ അനുഭവിക്കാൻ കഴിയും. പൗലോസ് ഫിലിപ്പിയർ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ ഞാൻ അനുഭവിച്ചറിയണം. അതെന്റെ ആഗ്രഹമാ. ഇത്രയൊന്നും അനുഭവിച്ചത് പോരാ, പക്ഷെ ആ ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവാളുള്ളത് അനുഭവിക്കണം. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ ഞാൻ കൂട്ടാളികളായിരിക്കണം. പൗലോസ് മാത്രമല്ല, ആദിമസഭയും അങ്ങനെയായിരുന്നു. പ്രവൃത്തികളുടെ പുസ്തകം 5-ാം അധ്യായം 41-ാം വാക്യത്തിൽ പറയുന്നു, തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണുകൾ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പോയി. കാരണം തിരുനാമത്തിനു വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായവരെ എണ്ണപ്പെടുകയാണ്. കാരണം മറ്റുള്ളവർക്ക് ആർക്കും ഇല്ല, ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതാണ് തെളിവ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവ്. ഞാൻ ദൈവവചനത്തിന് വേണ്ടി പോരാടുമ്പോൾ, സുവിശേഷ സത്യങ്ങൾക്ക് വേണ്ടി പോരാടുമ്പോൾ എനിക്ക് കഷ്ടമുണ്ടാകും. അത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. നമ്മൾ റോമാലേഖനം പറയുന്ന കഷ്ടത സഹിഷ്ണുതയും സിദ്ധ പ്രത്യാശയും കഷ്ടത സഹിഷ്ണുതയും സിദ്ധയും സിദ്ധ പ്രത്യാശ ഉളവാക്കുന്നതാണെങ്കിൽ നമുക്ക് കഷ്ടങ്ങളിലും പ്രശംസിക്കണം. അത് ദൈവം തന്നെ വെച്ചതാകുന്നു. ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുള്ള സ്നേഹത്താൽ നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് നാം കഷ്ടങ്ങളിലും പ്രത്യാശിക്കുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരും. 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടങ്ങൾ നിങ്ങൾ പെരുകുന്ന പോലെ ക്രിസ്തുവിനാൽ നമുക്ക് ആശ്വാസവും പെരുകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം കഷ്ടം അനുഭവിക്കുക എന്നത് ദൈവം വച്ചതാണ്. പക്ഷെ എല്ലാ കഷ്ടങ്ങളും ഒരുപോലെയല്ല, എല്ലാവരുടെയും കഷ്ടങ്ങൾ ഒരുപോലെയല്ല. എല്ലാവരെയും ഒരുപോലെ അറിയുന്ന ദൈവം ഞാൻ ഏത് കഷ്ടങ്ങളിലൂടെ കടന്നു പോകണമെന്ന് ദൈവമാണ് തീരുമാനിക്കുന്നത്. കാരണം എല്ലാ കഷ്ടങ്ങളിലും ഇപ്പം ചിലവർക്ക് അഗ്നിശോധന പോലെയുള്ള കഷ്ടങ്ങൾ ഉണ്ടാകും. പക്ഷെ ചിലവരെ ആ കഷ്ടങ്ങളിലൂടെ കടത്തി വിടുവാനായിട്ടൊക്കത്തില്ല, അവർ കരിഞ്ഞു പോകും. അതുകൊണ്ട് ഒരിക്കൽ നമ്മുടെ ശിമോനോട് പറഞ്ഞു, ശിമോനെ, സാത്താൻ നിന്നെ പരീക്ഷിക്കേണ്ടതിന്
എന്നോട് ചോദിച്ചു, ഞാൻ നീ വിശ്വാസം നിലനിൽക്കേണ്ട ഞാൻ ഏൽപ്പിച്ചു കൊടുത്തത്, നിന്നെ കോതമ്പ് പോലെ പാറ്റാനായിട്ട് സാത്താൻ എന്നോട് ചോദിച്ചു. പക്ഷെ ഞാൻ അനുവാദം കൊടുത്തില്ല. പക്ഷെ അവസാനം കോതമ്പ് പോലെ പാറ്റിയല്ലേ. അതുകൊണ്ട് ആ അവസ്ഥ അറിയുന്ന ദൈവം, നമ്മളെ സകല ജ്ഞാനിയായ സർവശക്തനായ പരമാധികാരിയായ ദൈവം തൻ്റെ ജ്ഞാനത്തിലും അറിവിലും നമ്മളെ ഓരോരുത്തരെയും നമ്മളെക്കാൾ നാം നമ്മെ അറിയുന്നതിനേക്കാൾ അധികമായി അറിയുന്ന ദൈവം നമ്മളെ ഓരോ കഷ്ടതകളിലൂടെ കടത്തിവിടുമ്പോൾ നമുക്കറിയാമല്ലോ, പൊന്നൊരുക്കുന്നവൻ ആ പൊന്നിനെ കടത്തി വരുന്ന ഊഷ്മാവും ഒക്കെ ഉണ്ടല്ലോ. അത് പോകുന്ന ആ സ്ഥാനത്തൂടെ കടന്നു പോയാൽ അത് ശുദ്ധി പ്രാപിക്കും. അതുപോലെ നമ്മെയും അഗ്നിശോധനകളിലൂടെ കടത്തിവിടാൻ ദൈവം അനുവദിക്കും. പക്ഷെ എല്ലാവർക്കും ഒരേ കഷ്ടങ്ങളല്ല വരുന്നത്. കാരണം പലർക്കും അനുഭവിപ്പാനുള്ളത്. ചിലവർ ചെറിയൊരു കഷ്ടം വരുമ്പോഴേ കംപ്ലൈന്റ് ചെയ്യാനായിട്ടിരിക്കും. അങ്ങനെ ഇരിക്കുന്നവർ അങ്ങനെ തന്നെ ഇരിക്കും, വിശ്വാസത്തിൽ വളരത്തില്ല. നമ്മൾ പറയത്തില്ല, ബോൺസായി ചെടികളുടെ കൂട്ടിരിക്കും. അത് ആ ചട്ടി മാത്രം ഒതുങ്ങി നിൽക്കും. പക്ഷെ അതിനെ വെളിയിലോട്ട് നട്ട് കഴിഞ്ഞാൽ അത് വളരും അല്ലേ. അത് ആ ചട്ടി മാത്രം ഒതുങ്ങി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അത് കുറ്റിയായിട്ട് ഇങ്ങനെ നിൽക്കും, തഴയ്ക്കാതെ അങ്ങനെ നിൽക്കും. അതുപോലെയാണ് ക്രിസ്തീയ വിശ്വാസികൾ. കഷ്ടം അനുഭവിപ്പാൻ ഇഷ്ടം കംപ്ലൈന്റ് ചെയ്യുന്നവർ എപ്പോഴും അങ്ങനെ കുരുടായിട്ട് തന്നെ നിൽക്കും, മുമ്പോട്ട് പോവുകയില്ല. അപ്പം ചെറിയ മുട്ടുകളും കഷ്ടങ്ങളും ഒക്കെ വരുമ്പോഴേ നമ്മൾ കംപ്ലൈന്റ് ചെയ്യുകയല്ല. നമ്മൾ കംപ്ലൈന്റ് ചെയ്യുകയാണ് നമ്മെ അത് അനുവദിച്ച ദൈവത്തെ നമ്മൾ ദുഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ദൈവത്തിൻ്റെ ആ കൃപയിൽ ആശ്രയിച്ച് നമ്മൾ കംപ്ലൈന്റ് ചെയ്യുകയല്ല, നമ്മൾക്ക് ആ കഷ്ടങ്ങൾ സഹിപ്പാനുള്ള കൃപയ്ക്ക് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം നാം കഷ്ടതകളിൽ വളർച്ച പ്രാപിക്കാനായിട്ട് ഇടയായി തീരും. കഷ്ടം അനുഭവിപ്പാൻ നമുക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പം ഇനി ഒരു കഷ്ടം അനുഭവിക്കുന്നവർ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് തീർക്കാൻ തോന്നുന്നു. ഓക്കെ. പൗലോസ് ഇപ്പം തടവറയിലായിരിക്കുന്നു അല്ലേ. പൗലോസ് ആ കഷ്ടങ്ങളിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അത് ഞാൻ ജീവിച്ചിരുന്നാലും വഹിച്ചിരുന്നാലും എൻ്റെ ചങ്ങലയാണേലും എൻ്റെ ക്രിട്ടിക്സ് ആണേലും അല്ലെങ്കിൽ എൻ്റെ ക്രൈസിസ് ആണേലും അത് ദൈവനാമം മഹത്വത്തിന് ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയുള്ളൂ. അതുകൊണ്ട് പൗലോസ് അതിൽ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. ഫിലിപ്പിനോടും പറയുന്നത് നിങ്ങൾ സന്തോഷിക്കുക. അതേപോലെ ഞാൻ അനുഭവിക്കുന്ന അതേ പോരാട്ടം നിങ്ങൾക്കുണ്ട്. അത് 30-ാമത്തെ വാക്യം നമുക്ക് കാണാം. ആ പോരാട്ടം നിങ്ങൾക്കുണ്ട്. അത് നിങ്ങളും സന്തോഷിക്കുക. നിങ്ങളുടെ മഹത്വത്തിനും ആ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനും നിങ്ങളുടെ ആത്മീയ വർധനയ്ക്കും കാരണമായി തീരുമെന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പം ഞാൻ കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു പോകാം. ഇവിടെ നിന്നല്ല, ഒന്ന് ജനറലായിട്ട് പറഞ്ഞാൽ കഷ്ടത ഒരു വിശ്വാസിൽ ഉളവാക്കുന്ന പ്രയോജനങ്ങൾ പറയാം. ഒരു 8-9 കാര്യം എഴുതി വെച്ചിട്ടുണ്ട്, കുറച്ച് വാക്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, പെട്ടെന്ന് അങ്ങ് പറഞ്ഞു പോകാം. അപ്പം ഒന്നാമത് ഞാൻ പറയുന്നത്, ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് നാം കഷ്ടങ്ങളിൽ കടന്നു പോകുന്നത്. ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ അസ്. ദൈവം നമ്മിൽ പ്രവർത്തിക്കുന്നു. കാരണം നമുക്കറിയാം, ഒരു തോട്ടക്കാരൻ തൻ്റെ തോട്ടത്തിലെ മരങ്ങളെയും ചെടികളെയും ഒക്കെ പ്രൂൺ ചെയ്യും അല്ലേ. പ്രൂൺ ചെയ്യുമ്പോൾ ആ കൂടെ ഇരുന്നുകൊണ്ടാ പോകുന്നത് അല്ലേ. പ്രൂൺ ചെയ്യാത്ത വൃക്ഷങ്ങൾ എന്തോ ചെയ്യും, തനിക്ക് തോന്നിയതുപോലെ വളരും അല്ലേ. അല്ല, പ്രൂൺ ചെയ്യുന്നതാണ് നല്ലവണ്ണം വളരുന്നത്. ദൈവം നമ്മിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്നുള്ള. പ്രൂണിങ്ങിന് വേദനയുണ്ട് അല്ലേ. വൃക്ഷം വെട്ടിക്കളഞ്ഞതിന് വേദനയുണ്ട്. അതുപോലെ വേദനയുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കഷ്ടങ്ങൾ അനുഭവിക്കുന്ന ദൈവം ഗോഡ് ഈസ് സ്റ്റിൽ വർക്കിംഗ് ഇൻ അസ്. അതിന് തെളിവാണ് നമ്മൾ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിലൊക്കെ പറയുന്ന, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടില്ല, ദൈവം വിശ്വസ്തൻ, പരീക്ഷയോടുകൂടെ പോക്കുവഴിയും ഒരുക്കുന്ന ദൈവമാണ് നമ്മുടെ കൂടെയുള്ളത്. ഓക്കെ. ഇനി രണ്ടാമത്തതായിട്ട് നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായി തരും. അപ്പം നമ്മുടെ കഷ്ടങ്ങളിലാണ് നമ്മളെ എന്താ പറയുന്നത്, ദൈവ സാന്നിധ്യവും കൃപയും കൂടുതലായി അനുഭവിക്കുന്നത് അല്ലേ. ദൈവത്തിൽ കൂടുതലായി ആശ്രയിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ കഷ്ടതകൾ ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ, നമ്മുടെ അരികത്തിരുന്ന് നമ്മെ ആശ്വസിക്കുമ്പോൾ ആ ദൈവത്തെ നമ്മൾ കൂടുതൽ ആശ്രയിപ്പാനും, വിശ്വാസം എന്ന് പറഞ്ഞാൽ ആശ്രയമാണ്, ആ ദൈവത്തിൽ വിശ്വസിപ്പാനായിട്ടും കാരണമായി തീർന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നുണ്ട്, എനിക്ക് ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അറിയണം. അപ്പം ദൈവത്തെ പൂർണ്ണമായും മനസ്സിലാക്കുവാനായിട്ട്, വിശ്വസിപ്പാനായിട്ട് കാരണമായി തീർന്നു. അതുപോലെ തന്നെ കൂടുതലായി നമുക്ക് കഷ്ടതയിലും കൂടെ ഇരിക്കുന്ന ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തിന്റെ സ്ഥിരത വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. കാരണം എന്ന് പറഞ്ഞാൽ നാം ദൈവത്തിന് കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവത്തിന്റെ സാന്നിധ്യം മനസ്സിലാക്കുന്നത്. നമ്മൾക്ക് സൗന്ദര്യവും നമ്മൾക്ക് എല്ലാ സൗകര്യവും ഉള്ളപ്പോൾ നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കത്തില്ല അല്ലേ. അപ്പം നമ്മൾ എന്ന് പറയുന്നത്, നമുക്ക് ആരോഗ്യമുള്ളപ്പോൾ നാം കൂടുതൽ ആഗ്രഹിക്കുന്നത് എങ്ങനെയാ, നമ്മുടെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരും അല്ലേ. നമുക്കെല്ലാം ഉണ്ട്, നാം എല്ലാത്തിലും
സംതൃപ്തരാണ്. പക്ഷെ നമ്മുടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സൗന്ദര്യവും നോക്കത്തില്ല, നമ്മുടെ ഒന്നും നോക്കത്തില്ല, അല്ലേ? അപ്പം നമ്മുടെ ആറ്റിറ്റ്യൂഡ് മാറും. അപ്പം നമ്മളുടെ ആ നിഗളികളായി തീരാതെ ദൈവം, നല്ലവനായ ദൈവം, നമ്മെ നല്ലവണ്ണം അറിയുന്ന ദൈവം നമുക്ക് കുറച്ച് ശൂലമൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ സ്ഥിരതയുള്ളവരായി തീരും. അപ്പം നമ്മൾ യാക്കോബിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ സ്ഥിരത വർദ്ധിക്കുവാനായിട്ട് ഇടയായി തീരും. വാക്യം മാത്രം പറഞ്ഞു പോകാം. യാക്കോബ് 1:2, 3, 4 വാക്യങ്ങൾ. കാരണം വിശ്വാസം നമുക്ക് ശോധന വരുമ്പോൾ നമ്മളുടെ ആ സ്ഥിരത വർദ്ധിപ്പാനായിട്ട് ഇടയായി തീരും. നമ്മൾ സ്ഥിരതയ്ക്ക് യോഗ്യമായ ആ പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുവാനായിട്ട് കാരണമായി തീരുന്നു. അപ്പൊ ഇനി നമ്മൾ ആ മൂന്നാമത്തെ കാര്യം പറഞ്ഞ് നമ്മളെ സ്ഥിരതയോടെ പോകുവാനായിട്ട്, വിശ്വാസത്തിന് സ്ഥിരതയായിട്ട് പോകുവാനായിട്ട് കഴിയും. ഇനി നാലാമത്തെ, നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്ന അനുഭവങ്ങളാണ് നമ്മുടെ കഷ്ടതകൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു സൂപ്പർഫിഷ്യൽ വിശ്വാസിയും ഒരു തികഞ്ഞ വിശ്വാസിയും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആണ്, അല്ലെ? നമ്മുടെ ഇന്റഗ്രിറ്റി ചോദ്യം ചെയ്യപ്പെടുന്ന സമയമാണ് നമ്മുടെ കഷ്ടങ്ങൾ എന്ന് പറഞ്ഞ്. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. ഇയ്യോബിന് കഷ്ടങ്ങളെല്ലാം വന്ന്, അല്ലെ? സാത്താനിൽ പരീക്ഷിക്കപ്പെടുവാനായിട്ട് ഇയ്യോബിനെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു. എല്ലാ വിശ്വാസികളും അങ്ങനെ കൊടുക്കത്തില്ല, അല്ലേ? അപ്പൊ ഇയ്യോബിന്റെ വിശ്വാസം പരീക്ഷിക്കപ്പെട്ടത് അങ്ങനെയാണ്. നമ്മുടെയും വിശ്വാസം പരീക്ഷിക്കപ്പെടുവാനായിട്ട് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടന്ന്, നമുക്കറിയാം, പഴുത്ത പഴങ്ങളൊക്കെ നമ്മൾ ചുന്നിച്ചു നോക്കിയിട്ടാ, അല്ലേ? അപ്പൊ നമ്മുടെ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ദൈവം നമ്മുടെ വിശ്വാസം പരിശോധിക്കപ്പെടുന്ന അനുഭവമാണ് അങ്ങനെയൊക്കെ ഉള്ളത്, അല്ലേ? ഇനി നമ്മുടെ കഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി തീരുവാനായിട്ട് ഇടയായി തീരും. മറ്റുള്ളവർ നമ്മുടെ കഷ്ടങ്ങൾ മൂലം ക്രിസ്തുവിനെ അറിയുവാനായിട്ട് കാരണമായി തീരും. ഇപ്പൊ പൗലോസിനെ കുറിച്ച് നോക്കാം. പൗലോസ് ചങ്ങലയിലായിരിക്കുകയാണ്. പൗലോസിന്റെ ചങ്ങലകൾ എന്തുവായി തീർന്ന്? എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. പൗലോസിന്റെ ചെയിൻസ്, അതുപോലെ തന്നെ പൗലോസിന്റെ ക്രിട്ടിക്സ്, അതുപോലെ തന്നെ പൗലോസിന്റെ ക്രൈസിസ് സുവിശേഷത്തിന്റെ അഭിവൃദ്ധി കാരണമായി തീർന്നു. പൗലോസ് ചങ്ങലകളിൽ കൂടി കടന്നെങ്കിലും തടവറയിലായിരുന്നു, കൂലിക്കെടുത്ത വീട്ടിൽ താമസിച്ചിരിക്കുന്നു. പക്ഷേ കൈസറുടെ അരമനയിലുള്ളവര് ക്രിസ്തുവിനെ അറിയുവാനായിട്ട് കാരണമായി തന്നു. നമ്മുടെ കഷ്ടങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകയായി. ഇപ്പൊ എപ്പഫ്രാദിത്തോസ് പൗലോസിന്റെ അടുക്കലുണ്ട്. എപ്പഫ്രാദിത്തോസിന്റെ വിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇനി ആറാമത്തെ കാര്യം, കഷ്ടത ആത്മീക വർധനയ്ക്ക് കാരണമായി തീർന്നു. അല്പനേരത്തേക്കുള്ള കഷ്ടതകൾ, നമ്മൾ കഷ്ടങ്ങൾ കഴിയുമ്പോൾ നമ്മളുടെ ആ ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിക്കും, നമ്മുടെ ആത്മീക വർധന കാരണമായി തീരും. നമ്മൾ വെറുതെ കംപ്ലൈന്റ് ചെയ്തിരിക്കാതെ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ ആ ഒരു പരമാധികാരത്തിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആത്മീക വർധനയ്ക്ക് കാരണമായി തീരും. ഇനി സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീരും. സുവിശേഷം വളരുവാൻ കാരണമായി തീരും. അപ്പോസ്തലന്മാരെല്ലാം കഠിന കഷ്ടങ്ങളിലൂടെ കടന്നുപോയവരാണ്. നമുക്കറിയാം, ആദ്യ നൂറ്റാണ്ടിൽ നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ യെരുശലേമിൽ മാത്രം ഇരുന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന സമയത്ത് സ്തെഫാനോസിന്റെ മരണം മൂലം അവർ ചിഹ്നിക്കപ്പെടുവാൻ ഇടയായ ലോകത്തിന്റെ ജാതികളിലേക്കും ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എത്തിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. സുവിശേഷം വളരുവാൻ കാരണമായി തീർന്നു. അതുപോലെ തന്നെ സഭാ വളർച്ചയ്ക്ക് കഷ്ടത കാരണമായി തീർന്നു. പീഡനങ്ങൾ കാരണമായി തീർന്നത് അതെന്താണ്? ദൈവം തന്നെ വെച്ചതാകുന്നു. ദൈവത്തിനറിയാം. നമുക്കറിയാം, റോമ ഗവൺമെന്റ് ഒക്കെ കാലത്ത് നമ്മുടെ അപ്പോസ്തലന്മാരൊക്കെ അനുഭവിച്ച കഷ്ടങ്ങളുണ്ട്, വളരെ അധികമായിരുന്നു, അല്ലെ? പക്ഷെ അന്നാണ് സഭ വളർന്നത്. റോമ ഗവൺമെന്റ്, നീറോ ചക്രവർത്തിയുടെ കാലത്തൊക്കെ ക്രിസ്തുവിന് നേരെ അനേകം ആക്രമണങ്ങൾ ഉണ്ടായപ്പെട്ടത് നീറോ ചക്രവർത്തിയുടെ കാലത്താണ്. അന്നാണ് സഭ വളർന്നത്. അന്ന് നമ്മള് ഇന്ത്യ അല്ലാത്ത മറ്റ് രാജ്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ അവിടെയൊക്കെ സുവിശേഷം വളരുന്നതിന് കാരണം അവരുടെ കഷ്ടാനുഭവങ്ങളിലൂടെ കടന്നുപോയത് കൊണ്ടാണ്. നമ്മൾ ഇന്ത്യയിൽ അധികം സുവിശേഷം വർദ്ധിക്കാത്ത, അധികം പീഡനം കൊടാത്തുണ്ട്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ട് പീഡനം സംഭവിക്കാത്തത്. പീഡനം സംഭവിക്കുന്നിടത്ത് ദൈവത്തിന്റെ സഭ വളരുവാനായിട്ടിട. കേരളത്തിലൊക്കെ സംഭവിക്കുന്നുണ്ട്, സഭ വളരുന്നുണ്ട്. എങ്ങനെയാ? ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചവര് ആൾ എണ്ണത്തിൽ വലുതാകും, അല്ലേ? പക്ഷെ ആത്മീയമായല്ല വളരുന്നത്. അവര് ആളെണ്ണത്തിൽ വർദ്ധിക്കാനിടയാകുന്നതല്ലാതെ പീഡനത്തിൽ കൂടെ കടന്നു പോകുന്നവർ മാത്രമേ പോയാൽ മാത്രമേ ഒരു വിശ്വാസി വളരുവാനും സഭയുടെ വളർച്ചയ്ക്കും കാരണമായി തീരുകയുള്ളൂ. നമ്മളെല്ലാവരും ടേക്ക് ഇറ്റ് ആസ് സ്റ്റാൻഡേർഡ് എന്ന രീതിയിൽ പോയാൽ നമ്മളുടെ വിശ്വാസം വർദ്ധിക്കത്തുമില്ല. നമ്മൾ കൂടെയുള്ളവർ ദൈവത്തെ അറിയുവാനും ഇടയായി തീരത്തില്ല. അപ്പം അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, നല്ല പോർ പൊരുതോട്ടം തികച്ചു, അല്ലെ? ആ നല്ല പോർ പൊരുതിയാൽ മാത്രമേ ആ പ്രതിഫലം കിട്ടുവാനും മറ്റുള്ളവരുടെ അഭിവൃദ്ധിക്ക് കാരണമായി തീരുവാനും ആകുന്നു. ഇനി അവസാനമായി ഒന്നുകൂടെ പറയാം, നമുക്ക് പ്രതിഫലം കിട്ടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്ന ഭാഗ്യവാന്മാർ. അതുപോലെ പറയാം, നമ്മൾ ക്രിസ്തുവിന് അനുരൂപമായി തീരും. നമ്മളെ ക്രിസ്തുവിനോട് അനുരൂപമായി തീരാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആ വാക്യം ഒന്ന് വായിച്ചേക്കാറ്.
റോമാലേഖനം 8:28-29. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രന് അനേകം സഹോദരന്മാരിൽ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കാൻ മുൻ നിയമിച്ചിരിക്കുന്നു. കാരണം നമ്മെ മുൻ നിയമിച്ച ദൈവമാ നമ്മൾ കഷ്ടതകളോടെ കടന്നു പോകുന്നു. ദൈവം അത് വെച്ചതാണ്, തന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കി തരുവാനാണ് നമ്മളെ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നത്. അപ്പൊ കഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിന് അനേകം ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ ആത്മീയ വർധനയ്ക്ക് കാരണമാകും, നമ്മുടെ വിശ്വാസം വർദ്ധിക്കാൻ കാരണമായും, അതുപോലെ തന്നെ സഭ വർദ്ധിക്കാനായിട്ടും ദൈവത്തിന്റെ സുവിശേഷം വളരുവാനായിട്ടും ഇടയായി തീർന്നു. അപ്പം നമ്മൾ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ഉദ്ദേശം അതിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക, വചനം വായിക്കുക, പ്രാർത്ഥിക്കുക, സകലവും ദൈവത്തിന്റെ മഹത്വത്തിന് കാരണമായി തീരും. വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും നമുക്ക് വരം നൽകിയിരിക്കുന്നു. ഇനി അവസാനത്തെ വാക്യം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു പോകാം. ഇനി 1:30. നിങ്ങൾ എങ്കിൽ കണ്ടതും ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നതുമായ അതേ പോരാട്ടം ഉണ്ടല്ലോ ആണ് ഇവരോട് പറയുന്നുണ്ട്. വിശ്വാസത്തിൽ നിലനിൽക്കണം, പോരാടണം. നിങ്ങൾ എങ്കിൽ കണ്ടത്, അതാ നിങ്ങൾ എന്നെ കണ്ടത്. ഞാൻ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടിയത് കൊണ്ടാണ് ഞാനിപ്പോൾ ചങ്ങലയിലായിരിക്കുന്നത്. നിങ്ങൾ എന്നെ എങ്കിൽ കണ്ടത് ഏതാ? നമ്മള് അപ്പോസ്തല പ്രവർത്തികൾ 16:19 മുതൽ 40 വരെയുള്ള വാക്യങ്ങളാണ്. പൗലോസ് ആദ്യം സുവിശേഷം അറിയിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോൾ എന്ത് പറ്റി? തടവറയിലായി പോയി, വസ്ത്രം ഉരിഞ്ഞ് അവരെ അടിച്ചു, കാരാഗ്രഹത്തിലാകപ്പെട്ടു, അവരെ റോഡിൽ കൂടെ വലിച്ച് ഇഴച്ചുകൊണ്ടുപോയി. ഇതെല്ലാം നിങ്ങൾ എന്നെ കണ്ടതാ. അപ്പൊ ആ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. ഇപ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് കേൾക്കുന്നത് അല്ലെ, നിങ്ങൾ എങ്കിൽ കണ്ടത് അതെന്നെ കണ്ടു. നിങ്ങൾ അന്ന് എന്നെ കണ്ടു, ഞാനായിരുന്ന അവസ്ഥയൊക്കെ നിങ്ങൾ കണ്ടു. ഇപ്പോൾ എന്നെ കുറിച്ച് കേൾക്കുന്നത്, ഇപ്പൊ ഞാൻ റോമിൽ തടവിലായിരിക്കുന്നു, കൊരിന്ത്യയിലും ഗലാത്തിലും ഞാൻ കടന്നുപോയ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ കേട്ടു. അപ്പൊ അതെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ പോരാട്ടം നിങ്ങൾക്ക് ഉണ്ടല്ലോ. ആ പോരാട്ടം നിങ്ങൾക്കുണ്ടെന്ന് പറഞ്ഞാൽ ഫിലിപ്പിയ 4:15 പറയുന്ന സുവിശേഷ ഘോഷണത്തിന്റെ ആരംഭം മുതൽ നിങ്ങൾ എനിക്ക് കൂട്ടാളിയായി തീർന്നു. അപ്പൊ എനിക്ക് സഹായത്തിന് കൂട്ടാളികളായി തീർന്ന പോലെ എൻ്റെ കഷ്ടങ്ങൾക്കും കൂട്ടാളികളായി തീർന്നു. അവിടെയുള്ളവരോട് പറയുന്നു, എനിക്ക് 4-ാം അധ്യായത്തിൽ പറയുന്ന ലെവോദിയൻ സുന്ദുകയൊക്കെ ഉണ്ട്, അവര് എന്നോടുകൂടെ സുവിശേഷത്തിൽ പോരാടിയവരായിരുന്നു. അപ്പൊ നിങ്ങൾക്കും ആ പോരാട്ടമുണ്ട്. അപ്പൊ നമുക്കറിയാം അവിടെ സുവിശേഷം ആദ്യമായി സംസാരിച്ചപ്പോൾ മുതൽ തുടങ്ങിയ പോരാട്ടമാണ് അവിടെ. അപ്പൊ പൗലോസ് അനുഭവിച്ചത് മാത്രമല്ല, അവരും അതേ കഷ്ടങ്ങളിലൂടെ കടന്നുപോയതാണ്. ഞാൻ അനുഭവിക്കുന്ന അതേ പോരാട്ടം നിങ്ങൾക്കുമുണ്ടല്ലോ. അത് നിങ്ങളുടെ അഭിവൃദ്ധിക്കും ദൈവീയത്തിന്റെ രാജ്യമഹത്വത്തിനും കാരണമായി തീരാട്. ഈ പോരാട്ടം എന്ന് പറയുന്നത് ആഗണി, ഡീപ്പ് ആഗണി, കഠിനമായ വ്യത. എന്നാൽ നമുക്കറിയാം ആദ്യ സഭ നേരിട്ട പ്രശ്നങ്ങൾ ഏറ്റവും അധികമായിരുന്നു. അവർ ഡീപ്പ് പെയിനിലൂടെ കടന്നുപോയതാണ്. ഞാനും അതേ പെയിനാണ് അനുഭവിക്കുന്നത്. ആ പോരാട്ടം നിങ്ങൾക്കും ഉണ്ടല്ലോ എന്ന് പറയുന്നത്. അപ്പം എന്തുവാ ചെയ്യേണ്ടേ? അവരോട് പറഞ്ഞതുപോലെ ഇങ്ങനെ പോരാട്ടം നിങ്ങൾക്കുണ്ട്, അത് ദൈവം തന്നെ വെച്ചിരിക്കുന്നതാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഏകാത്മാവിനാൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസനായി പോരാട്ടം കഴിക്കണം. അതുകൊണ്ട് നിങ്ങൾക്ക് കഷ്ടം വരുന്നതും നിങ്ങൾക്ക് ലാഭം വരുന്നതും എല്ലാം ദൈവം വെച്ചേക്കുന്നതാവുന്നു. പക്ഷെ ഒന്നിലും കുലുങ്ങിപ്പോകാതെ സുവിശേഷത്തിന്റെ പോരാട്ടത്തിനായി വിശ്വാസനായി നല്ലൊരു പോരാട്ടം കഴിക്കണമെന്ന് പൗലോസ് അവരോട് പറയുന്നു. നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ ആയിരിക്കട്ടെ. നമ്മൾ ഓരോ ദിവസവും വചനം കേൾക്കുന്നത്, നമ്മളിലെ ആത്മീയ വർധനയ്ക്ക് വചനം പഠിക്കണം, അതിനെ ധ്യാനിക്കണം, അത് പഠിച്ചത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നമ്മൾക്കും പോരാട്ടമുണ്ട്, പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കണം, അത് ദൈവം തന്നെ വെച്ചതാകുന്നു. അതുകൊണ്ട് നാം ഉറച്ചു നിന്ന് ഒന്നിലും കുലുങ്ങിപ്പോകാതെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് യോഗ്യമാവണ്ണം നടക്കണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം.